ഇതിൽ ഒരു പുഴുത്തലും ഉണ്ടായിട്ടില്ല. പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുണ്ട്. ഇതിലെ ഏതെങ്കിലും വിഷയം കേസെടുത്ത് അന്വേഷിക്കണം എന്ന ശുപാർശ ജസ്റ്റിസ് ഹേമയുടെ കമ്മിറ്റി വെച്ചിട്ടില്ല. അതെല്ലാം നിയമപരമായി പരിശോധിച്ചിട്ടേ പറയാൻ പറ്റൂ. കാരണം നിലവിലുള്ള നിയമ സംവിധാനമുണ്ട്. ആ നിയമ സംവിധാനം നിലനിൽക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് നിയമപരമായി കൊണ്ടുപോകാൻ കഴിയുന്നത്, അതെല്ലാം ബന്ധപ്പെട്ട ആളുകൾ നിയമരംഗത്തുള്ള പ്രമുഖന്മാരുമായിട്ടൊക്കെ സംസാരിച്ചു ഭാവിയിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കും. സർക്കാർ വേട്ടക്കാരുടെ ഒപ്പമാണ്. ഞങ്ങൾ പറഞ്ഞത് മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കുറ്റക്കാരായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. FIR ഇടുന്ന സമയത്ത് കംപ്ലൈന്റ് ഉണ്ടാകണം. ഈ ഒളിച്ചു വെച്ചിരിക്കുന്ന മൊഴിയുണ്ടല്ലോ, അത് പ്രസിദ്ധീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയട്ടെ. കോടതി പറയാത്തിടത്തോളം കാലം, കമ്മീഷൻ പറയാത്തിടത്തോളം കാലം ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ ഒന്നുമില്ല. 4 വർഷക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച ഗവൺമെന്റാണ് ഏറ്റവും വലിയ കുറ്റക്കാരൻ. ആ റിപ്പോർട്ടിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ കാര്യങ്ങൾ എന്തിനാണ് മറച്ചുവെച്ചത്? മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പഠിക്കാൻ സമർപ്പിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷത്തിന് ശേഷം പുറത്തു വന്നിരിക്കുന്നു. ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സർക്കാർ വിശദീകരിക്കുകയാണ്. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ആ റിപ്പോർട്ടിന്മേൽ എന്തു നടപടിയെടുത്തു എന്ന ചോദ്യത്തിന് സർക്കാർ പറയുന്ന ഒരു ന്യായവും ഇപ്പോഴും നമുക്ക് ദഹിക്കുന്നതല്ല. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവിടാൻ കഴിയുമായിരുന്നില്ല. കഴിയുമായിരുന്നില്ല. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പരിശോധിച്ച് അതിന്മേൽ എന്തു നടപടിയാണ് സ്വീകരിച്ചത്? അത് ഈ പൊതുസമൂഹത്തെ എങ്ങനെയാണ് അറിയിച്ചത്? പ്രതിപക്ഷം പോലും പറയുന്നു പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് എന്ന് വെച്ചാൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന് പോലും ആ റിപ്പോർട്ടിന്മേൽ, അത്ര ഗൗരവമുള്ള ഒരു റിപ്പോർട്ടിന്മേൽ, ഇത്ര പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയ്ക്കകത്ത് നടക്കുന്ന അനീതിയെക്കുറിച്ചുള്ള ഒരു ഗൗരവതരമായ റിപ്പോർട്ടിന്മേൽ സർക്കാർ സ്വീകരിച്ച നടപടി എന്താണ് എന്ന് ഇന്നും കേരളത്തിന് അറിയില്ല. പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി പറയുന്നു താനത് വായിച്ചിട്ടേ ഇല്ല എന്നാണ്. ഇത്ര കോലാഹലമുണ്ടാക്കിയ ഒരു റിപ്പോർട്ട് അദ്ദേഹം വായിച്ചിട്ടേ ഇല്ല. അതേസമയം മറ്റൊരിടത്ത് അദ്ദേഹം പറയുന്നു ആ റിപ്പോർട്ടിന്മേൽ ഞങ്ങൾ തുടർ നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ എന്ന്. ഒരു തവണ പോലും റിപ്പോർട്ട് വായിച്ചു നോക്കാത്ത മന്ത്രി എങ്ങനെയാണ് അതിന്മേൽ തുടർ നടപടി സ്വീകരിക്കുന്നത്? ഈ കാര്യത്തിൽ സജി ചെറിയാന്റെ നേതൃത്വത്തിൽ സർക്കാർ പറയുന്നതിന് മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത് അവാസ്തവങ്ങളും അസാധാരണത്വങ്ങളും ചേരായ്മകളുമാണ്. ഈ റിപ്പോർട്ടിന്മേൽ ഒരു FIR ഇടാൻ കഴിയില്ല എന്ന് സർക്കാർ പറയുന്നു. അത് ഡിബേറ്റബിളായ കാര്യമാണ്. ഇതിന്മേലൊരു പോലീസ് എൻക്വയറിക്കും സർക്കാർ മുന്നോട്ട് വന്നിട്ടില്ല. എന്ന് വെച്ചാൽ നിയമനിർമ്മാണം ഇതുവരെ ആയിട്ടില്ല. ഈ ഇൻഡസ്ട്രിക്കകത്ത് സർക്കാരിൻ്റെ ഒരു മോണിറ്ററിംഗ് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് എൻക്വയറി, ഇൻവെസ്റ്റിഗേഷൻ ഇല്ല, FIR ഇല്ല. പിന്നെ കോടികൾ മുടക്കി നാം ഉണ്ടാക്കിയെടുത്ത ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടല്ലോ. ഈ വിഷയം ഇന്ന് സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM-ൽ നിന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം, ഡോക്ടർ സോയ ജോസഫ് കോൺഗ്രസ് നേതാവ്, ബൈജു കൊട്ടാരക്കര സംവിധായകൻ, ശ്രീമതി മാല പാർവതി WCC അംഗം എന്നിവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് അരുൺകുമാർ, ഈ കാര്യത്തിൽ റിപ്പോർട്ട് കയ്യിൽ കിട്ടി, 4.5 വർഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോഴും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് പോലും അതിൻ്റെ ഉള്ളടക്കം അറിയില്ല, അദ്ദേഹം അത് വായിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ 4.5 വർഷമായി കയ്യിൽ കിട്ടിയ സംഗതിയെക്കുറിച്ച് മന്ത്രി പോലും അവെയർ അല്ല. ഗവൺമെൻറ് ഇപ്പോൾ ഇത് പുറത്തു വന്നതിന് ശേഷമുള്ള കോലാഹലങ്ങളോട് പ്രതികരിക്കുന്നത് FIR ഇടാൻ കഴിയില്ല, പോലീസിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ കഴിയില്ല പോലെയുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും പരാതിയുമായിട്ട് ആരെങ്കിലും വന്നാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന മട്ടിലാണ് മറുപടി. എന്ന് വെച്ചാൽ ഫൈനലി ആഫ്റ്റർ ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇതിന്മേൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണോ? അല്ലല്ല, ഇവിടെ 2017 ഹേമ കമ്മിറ്റിയെ ഇത്തരത്തിലുള്ള ഒരു പഠനത്തിനായിട്ട് നിയോഗിച്ചത്. ശരിക്കും കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം ഉള്ള ഒരു ജുഡീഷ്യൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടല്ല ഇത്തരത്തിലൊരു കമ്മിറ്റി വെച്ചത്. കമ്മിറ്റിയെ വയ്ക്കുമ്പോൾ ടു സ്റ്റഡി ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻസ് ഫോർ സോൾവിങ് ദ ഇഷ്യൂസ് എറൈസിങ് ഔട്ട് ഓഫ് എ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ മലയാളം സിനിമ, പഠിക്കുക, റെക്കമെൻഡേഷൻ കൊടുക്കുക എന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിരവധി ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു, അത്തരം പരിശോധന നടത്തി. അത് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് അല്ല എന്നതുകൊണ്ട് തന്നെ ആരാണോ വിവരം കൊടുത്തത് ആ വിവരത്തെ, ആർക്കെതിരായിട്ടാണോ വിവരം, അവർക്ക് ക്രോസ് എക്സാമിനേഷൻ ചെയ്യാനോ വസ്തുതാപരമായി പരിശോധിക്കാനോ ഏതെങ്കിലും നിയമപ്രക്രിയയിലൂടെ പരിശോധിച്ചുകൊണ്ട് അത് ആധികാരികമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് റിപ്പോർട്ടിന്റെ ഭാഗമായി മാറുന്ന സാഹചര്യമല്ല ഉള്ളത്. കൃത്യമായി പഠനം നടത്തി അവർ റെക്കമെൻഡേഷൻ 2019 ഡിസംബർ മാസം 31 കൊടുത്തു. മാസങ്ങൾക്കുള്ളിൽ തന്നെ വിവരാവകാശ കമ്മീഷൻ ഇതിന്റെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിവരം പുറത്തുവിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി, പുറത്തുവിടരുതെന്ന് തന്നെ പറഞ്ഞു.
ഒരു 4 കൊല്ലത്തോളം, കൃത്യമായി പറഞ്ഞാൽ 5/7/2024 വരെ ഇത് പുറത്തുവിടരുത് എന്ന് തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞത്. താൽക്കാലികമായി ഹൈക്കോടതി അതിൽ ഇടപെട്ടു. അവസാനം പുറത്തുവിടാൻ പറഞ്ഞു. 10-60 പേജ് മാറ്റിവെച്ച് സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് പുറത്തുവിടുകയാണ്. അതിനിടയിൽ തന്നെ ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഗവൺമെന്റ് തുടർ നടപടി എന്ന രൂപത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു ചലച്ചിത്ര നയം ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കുകയും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള റെക്കമെൻഡേഷനിലെ പരമാവധി കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പാകത്തിനും ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മറ്റൊന്ന് ഇവിടെ ചോദിച്ചത് ഇതിൽ എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നതാണ്. ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആര്, ആരോട്, എപ്പോൾ, എങ്ങനെ, ഏത് രൂപത്തിൽ ഉള്ള ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നതിനെ കുറിച്ച് വസ്തുതാപരമായിട്ടുള്ള ആരോപണം വേണം. ഇത് ഏതെങ്കിലും തരത്തിൽ റെക്കമെൻഡേഷനിൽ ഇത്തരത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ പോലുമില്ല. പലരും പല കാര്യങ്ങളും വെളിപ്പെടുത്തിയത് ആരാണ് വെളിപ്പെടുത്തിയതെന്ന് പറയാൻ തയ്യാറാകാതെ, വസ്തുതകൾ പറയാതെ അത്തരത്തിൽ ഉള്ളതാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പോലും ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട ഇന്ന കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് ഒരിടത്തുമില്ല. അവരുടെ മുന്നിൽ വന്ന വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി ചില റെക്കമെൻഡേഷൻ നടത്തി എന്നല്ലാതെ ഇന്ന ഒഫൻസ് ഇന്ന ദിവസം നടന്നിട്ടുണ്ട്, അതിലൊരു ക്രിമിനൽ മുഖമുണ്ട്, അതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ടതാണെന്ന് പറയുന്ന സാഹചര്യമില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ ഇച്ഛാശക്തി ഉണ്ട്. അരുൺകുമാർ, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ. മന്ത്രി സജി ചെറിയാനോട് ഇന്നലെ രാത്രിയും ഇതേ ചർച്ചയിൽ ഇതേ സമയത്ത് ചോദിക്കുമ്പോൾ അദ്ദേഹം ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ് എന്നറിയില്ല, ഞാൻ നോക്കട്ടെ, പഠിക്കട്ടെ എന്നാണ്. അപ്പോൾ മന്ത്രി സജി ചെറിയാൻ സിനിമാ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിയാണ്. അദ്ദേഹം വായിക്കാത്ത ഒരു റിപ്പോർട്ടിന്മേൽ അദ്ദേഹം എന്ത് തുടർ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്? മനസ്സിലായില്ല. അല്ല, ഇതിപ്പോ ഈ റിപ്പോർട്ടിന്റെ പുറത്തു വന്നിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അതിലെ 1063 പേജ് മാറ്റിയിട്ടുള്ള സ്വകാര്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴി കൊടുത്തവരും ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ വസ്തുതകളും മറച്ചു വെച്ചുകൊണ്ടുള്ള ഭാഗികമായിട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് മാത്രമേ ഇപ്പൊ പൊതുസമൂഹത്തിലുള്ളൂ. അദ്ദേഹം അതായിരിക്കും വായിച്ചിട്ടുള്ള, മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാതെ, അതായത് ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റി കൊടുത്ത പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് വായിക്കാതെ അഭിപ്രായം പറയാൻ, ആ മറച്ചു വെച്ചിരിക്കുന്ന വിവരത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നതാണ്. പുറത്തു വന്ന വാർത്തകളെ കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ അദ്ദേഹം വാർത്തകൾ പോലും കണ്ടിട്ടില്ല, എനിക്ക് കമന്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞെട്ടിയോ താങ്കൾ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും പറയാൻ കഴിയില്ല, ഞാൻ ഇതിനെക്കുറിച്ച് ഒട്ടും അവെയർ അല്ല എന്ന് പറയാണ്. അപ്പോൾ സജി ചെറിയാൻ ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്, ഞാൻ നോക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ ഒരാൾ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രശ്നമുണ്ട്. അത് വിശദീകരിക്കാൻ കഴിയുന്നതാണോ നിങ്ങൾക്ക്? അതോ വായിച്ചു എന്ന് പറഞ്ഞാൽ മറ്റു പല കാര്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരുമെന്നുകൊണ്ട് അദ്ദേഹം തന്ത്രപരമായി വായിച്ചില്ല എന്നൊരു നുണ പറയുകയാണോ? മിസ്റ്റർ നിഷാദ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടാണെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള പിൻബലമുണ്ട്. അതിൽ കണ്ടെത്തുന്ന ഓരോ വിവരങ്ങളും ആധികാരികമായിരിക്കും. കാരണം എതിർ കക്ഷികൾക്ക് ക്രോസ് എക്സാമിനേഷൻ ചെയ്യാനുള്ള അവസരം കൂടി കൊടുത്തിട്ടാണ്. ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി വരെ സോളാർ കമ്മീഷന്റെ മുന്നിൽ ഹാജരായപ്പോൾ മണിക്കൂറുകൾ നീണ്ടുനിന്ന ക്രോസ് എക്സാമിനേഷന് വിധേയമായത് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നാലും അതിൽ നേരിട്ടൊരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യം വളരെ കുറവാണ്. ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് സോളാർ കേസുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അരിജിത് പാസ്സായത് സുപ്രീം കോടതി ജഡ്ജിന്റെ വരെ ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ടാണ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല, ജുഡീഷ്യൽ കമ്മീഷന്റെ ഭാഗമായി ഉള്ള ഫൈൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് അന്ന് നിയമോപദേശം കിട്ടിയത്. അന്ന് വിക്ടിം പരാതിയുമായി വീണ്ടും കേസ് കൊടുക്കാൻ പോയപ്പോഴാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഏതെങ്കിലും വ്യക്തി പരാതിയുമായി പരാതിയുടെ എന്തെങ്കിലും വസ്തുത, ഒരു പ്ലേസ് ഓഫ് ഒക്കുറൻസ്, ടൈം ഓഫ് ഒക്കുറൻസ്, ഒരു ആരോപണം, അല്ലെങ്കിൽ വിക്ടിം, ആരാണ് പ്രതി, എന്താണ് സംഭവിച്ചത്, അതിന്റെ ഒരു ചെറിയ രൂപമെങ്കിലും ഗവൺമെന്റിന്റെ മുന്നിൽ വന്നാൽ അവരെ കേസ് രജിസ്റ്റർ ചെയ്യാനും അന്വേഷണം നടത്താനും ഗവൺമെന്റ് തയ്യാറാണ്. മനസ്സിലാവാത്ത കാര്യം അഡ്വക്കേറ്റ് അരുൺകുമാർ, എനിക്ക് മനസ്സിലാവാത്ത കാര്യം, അതിനകത്ത് എന്തെങ്കിലും ഗൗരവപ്പെട്ട സംഗതി ഉണ്ടായിരുന്നു എന്ന് കരുതുക, എന്നാലും സർക്കാർ നടപടി എടുക്കില്ല. കാരണം സർക്കാർ ഇത് വായിക്കുന്നില്ലല്ലോ. അല്ല, അതങ്ങനെ നിങ്ങൾ കാണരുത്. ഇന്നലെ വൈകുന്നേരം പുറത്തുവിട്ട ഒരു 233 പേജുള്ള ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ നിങ്ങൾ മന്ത്രിയെ വിളിക്കുന്നു, എന്നിട്ട് നിങ്ങൾ വായിച്ചോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ചിലപ്പോൾ 23-33 പേജുള്ളത് മൊത്തം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഗവൺമെന്റ് ഇത് കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല എന്ന രൂപത്തിൽ ചിത്രീകരിക്കേണ്ട. ഗവൺമെന്റ് അത് വായിക്കാത്തത് കൊണ്ടാണോ അതിന്റെ റെക്കമെൻഡേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്ര ചലച്ചിത്ര നയം ഉണ്ടാക്കിയെടുക്കാൻ 1 വർഷം മുമ്പേ തന്നെ നടപടി ആരംഭിച്ചത്?
ഈ നവംബർ മാസത്തിൽ എറണാകുളത്ത് വെച്ച് ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വലിയ കോൺക്ലേവിന്റെ നടപടികൾ ആരംഭിച്ച് അതിന്റെ പ്രാരംഭിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇത് വായിക്കാത്തത് കൊണ്ടാണോ? അല്ല, അത് മന്ത്രിയാണ് പറയേണ്ടത്. അത് മന്ത്രിയാണ് പറയേണ്ടത്. അരുൺ ഇതിനകത്ത് മന്ത്രിയാണ് പറയേണ്ടത്. മന്ത്രി ഇതിനകത്ത് നിന്ന് പെട്ടെന്ന് ഒളിച്ചോടാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം ഇത് കണ്ടിട്ടേ ഇല്ല, വായിച്ചിട്ടില്ല എന്ന്. കാരണം ഇതിനകത്ത് സീരിയസ് ആയിട്ടുള്ള പലതരത്തിലുള്ള അലിഗേഷൻസ് ഉണ്ട്. ആ റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ച എന്താണ് പെൻഡ്രൈവിൽ പല ആളുകളുടെയും വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പുകളും ഒക്കെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒഴിഞ്ഞു മാറാൻ അദ്ദേഹം ഒരുപക്ഷെ മാധ്യമങ്ങളോട് വ്യാജം പറഞ്ഞതാവാം. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധി ഇവിടെ ഉണ്ട്, ഡോക്ടർ സോയ. പ്രതിപക്ഷം ഇന്നലെയും ഇന്നുമായിട്ട് പറയുന്നു സർക്കാർ എന്തു ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ നിയമസഭയ്ക്കകത്ത് പ്രാതിനിധ്യമുള്ള പ്രതിപക്ഷം. അവർക്കറിയില്ല ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ. ഇത്ര ഗുരുതരമായ ഒരു സംഭവത്തെ മുൻനിർത്തി നമ്മളുണ്ടാക്കിയ ഒരു കമ്മിറ്റി കൊടുത്ത ഇത്രയും സീരിയസ് ആയിട്ടുള്ള റിപ്പോർട്ടിന്മേൽ നിങ്ങൾ എന്തു ചെയ്യുകയാണ് എന്നുള്ള ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് നമ്മുടെ നിയമസഭയിൽ പോലും ഇല്ല. പോട്ടെ, നിങ്ങളുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ട, അത് ഭയങ്കര പേഴ്സണൽ കാര്യമാണ്. പക്ഷെ റിപ്പോർട്ടിന്മേലെടുത്ത നടപടി എന്താണെന്ന് ഭൂരിപക്ഷം മലയാളിക്കും അറിയില്ല. നിങ്ങളിപ്പോൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, കോൺക്ലേവ് സംഘടിപ്പിക്കാൻ പോവാണ് എന്നൊക്കെ പറയുന്നു. ഇതിന്മേൽ എടുത്തിട്ടുള്ള സീരിയസ് സ്റ്റെപ്പ് എന്താണ്? 4.5 വർഷമായി എന്ന് ഓർക്കണം. മലയാളി അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റഡ് അല്ല. നിങ്ങൾ പറയുന്നു ഇപ്പോൾ ചില കാര്യങ്ങൾ, പ്രതിപക്ഷത്തിന് പോലും അറിയില്ല എന്താന്ന്. അല്ല, പ്രതിപക്ഷത്തിന് അത് അറിയാത്തത് ഒരു അസ്വാഭാവികമായിട്ട് കാണണ്ട. ഈ കേരളത്തിൽ കഴിഞ്ഞ 5-8 കൊല്ലമായിട്ട് നടക്കുന്ന ഒരു കാര്യവും കേരളത്തിന്റെ പ്രതിപക്ഷം അറിയാറില്ല. കാരണം വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനും ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താനും മാത്രമല്ലേ അവരുടെ ലക്ഷ്യം. ഇപ്പോൾ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ കൊടുത്ത ബ്രെഡിന്റെ ഡേറ്റ് കഴിഞ്ഞു പോയി എന്നും പറഞ്ഞ് വ്യാജ ആരോപണമായിട്ട് പുറത്തു വന്ന പ്രതിപക്ഷത്തെയല്ലേ നമ്മൾ കണ്ടത്. അതുകൊണ്ട് പ്രതിപക്ഷം കണ്ടില്ല കേട്ടില്ല എന്നുള്ളൊരു മാനദണ്ഡമല്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു കമ്മീഷൻ വയ്ക്കാൻ ആരുടെങ്കിലും നിർബന്ധത്തോടെയോ ഈ പ്രതിപക്ഷം പറഞ്ഞിട്ടല്ലല്ലോ വച്ചത്. ഗവൺമെന്റ് ആ മേഖലയിലെ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ കമ്മീഷന് സമയപരിധി കൊടുത്ത് പണം മാറ്റിവെച്ച് അത് റിപ്പോർട്ട് കിട്ടി, റിപ്പോർട്ടുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഗവൺമെന്റ് ഉത്തരവ് പ്രതിപക്ഷം കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഗവൺമെന്റ് ഉത്തരവ് അയച്ചു തരാം. അത് സമഗ്ര ചലച്ചിത്ര നയം ഉണ്ടാക്കാൻ, സിനിമാ നയം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ ഷാജി എൻ കരുണാണ് ചെയർമാൻ, ബി ഉണ്ണികൃഷ്ണൻ, മുകേഷ്, നിഖില വിമൽ, പത്മപ്രിയ, സന്തോഷ് കുരുവിള, അങ്ങനെ നിരവധി ആളുകൾ അതിന്റെ ഭാഗമായിട്ടുണ്ട്. 1 കൊല്ലം മുമ്പ് ഗവൺമെന്റ് ഉത്തരവിലൂടെയല്ലേ അത്തരത്തിലൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു സിനിമാ നയം വേണം. ആ സിനിമാ നയത്തിന്റെ ഭാഗമായി ഹേമ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ ഭാഗമായി തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കുള്ള അവഗണനയെ പരമാവധി അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർ പല രൂപത്തിൽ വസ്ത്രം മാറാൻ പോലും സൗകര്യമില്ല, ബാത്റൂം സൗകര്യമില്ല, അത്തരത്തിൽ അവർ പല ഘട്ടത്തിൽ ജീവിതത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളെല്ലാം അഡ്രസ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പരിഹാര പ്രക്രിയയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുകയാണ്. അത് പ്രതിപക്ഷം കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു ആരോപണമായിട്ട് നമുക്ക് ഡോക്ടർ സോയ ജോസഫ് ഗവൺമെന്റിന്റെ സാധ്യതകളെയും പരിമിതികളെയും കുറിച്ച് സംസാരിക്കുകയാണ്. എന്താണ് സാധ്യത? സിനിമാ നയം ഉണ്ടാക്കാൻ എല്ലാവരെയും കൺവിൻസ് ചെയ്ത് കൂട്ടായ ആലോചനയോടെ ഇപ്പോൾ 2 മാസം കഴിഞ്ഞാൽ കോൺക്ലേവ് സംഘടിപ്പിക്കാൻ പോകുന്നു. അങ്ങനെ വലിയ പദ്ധതികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഗവൺമെന്റ് പറയുന്നു. വായിച്ചിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത്. ഓക്കെ, മറ്റത് കേസെടുക്കലാണ്. കേസെടുക്കാന്ന് വെച്ചാൽ പലരും തങ്ങളുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്ന് എഴുതി വാങ്ങിച്ചിട്ടാണ് ഈ വിവരങ്ങൾ കമ്മീഷന് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ അതിന്മേലൊരു തുടർ നടപടിക്ക് പോകാനോ പരാതിയുമായി പോകാനോ അതിൻ്റെ ഭാഗമാകാനോ ഒന്നും ആർക്കും താല്പര്യമില്ല. പക്ഷെ അവർ എന്താണ് ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നതിനെക്കുറിച്ചൊരു ചിത്രം കമ്മീഷന് കിട്ടാൻ വേണ്ടി ചില വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. അവർക്ക് ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താൻ താല്പര്യമില്ല. അപ്പം നിയമപരമായി പരിമിതിയുണ്ട് FIR ഇടാൻ, കേസുമായിട്ട് പോകാൻ, അന്വേഷിക്കാൻ. തെളിവുകളുടെ പരിമിതിയുണ്ട്. ഇത് കേവല ആരോപണങ്ങളാണ് എന്നാണ് സർക്കാരിൻ്റെ വാദം. മറ്റേത് വിശാലമായ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല എന്ന വിമർശനത്തിൻ്റെ കാതൽ എന്താണെന്നാണ്. അല്ല, ഈ മന്ത്രി ഈ പറയുന്നത് പോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കഴിഞ്ഞ 4.5 കൊല്ലം മുൻപ് ലഭിച്ച ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നും തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ പറയുന്ന മന്ത്രിയുടെ ഭരണഘടനയെ പറ്റി പോലുമുള്ള വലിയ വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇത് വലിയ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. അതിന് ഇത്ര ലാഘവത്തോടു കൂടെ കാണുന്നു എന്നുള്ളത് അതീവ അപകടകരമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നു, അതൊന്നും ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ പഠിക്കട്ടെ എന്ന് ഒരു 4.5 കൊല്ലം മുൻപ് അല്ലെങ്കിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിൻ്റെ മേൽ പറയുന്ന നിരുത്തരവാദപരമായിട്ടുള്ളൊരു പ്രതികരണം,
അത് യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. കാരണം ഇത്ര ഉത്തരവാദിത്തമില്ലാതെ, കാരണം ആ റിപ്പോർട്ടിന്മേൽ ഒരു കാലത്തും ഉത്തരവാദിത്തം കാണിക്കാൻ ഈ സർക്കാർ ഒരു തരത്തിലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഈ പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. 4.5 കൊല്ലം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ജസ്റ്റിസിന്റെ പ്രശ്നം കൂടിയാണ്. നിങ്ങൾ ചിന്തിക്കണം, 4.5 കൊല്ലം മുൻപ് ഇത്ര ഗുരുതരമായിട്ടുള്ള റിപ്പോർട്ട് അരുൺകുമാർ തന്നെ പറയുകയുണ്ടായി. ഈ റിപ്പോർട്ട് എന്താ വായിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ കരുതുന്നതെന്ന് ചോദിക്കുകയുണ്ടായി അദ്ദേഹം. ഗവൺമെന്റ് വായിച്ചിട്ടുണ്ടാകണം. 4.5 കൊല്ലം മുൻപ് ഈ ഗവൺമെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് വായിച്ചിട്ടുണ്ടാകണം. ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ അതിലുണ്ടെന്നിരിക്കെ, ഇത്ര സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നിരിക്കെ, എന്നിട്ട് ഈ 4.5 കൊല്ലം ഇത് പൂഴ്ത്തിവെക്കുമ്പോൾ എത്ര വലിയ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. കാരണം ഈ 4.5 കൊല്ലം കൊണ്ട് സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എത്രയോ സ്ത്രീകൾ വീണ്ടും അപമാനിക്കപ്പെട്ടിട്ടുണ്ടാകാം, എത്രയേറെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. റിപ്പോർട്ട് പുറത്തുവിടാൻ പരിമിതികളുണ്ട്. റിപ്പോർട്ട് പുറത്തുവിടാൻ അതിന് മൊഴി നൽകിയവർ പോലും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ പ്രശ്നം റിപ്പോർട്ടിന്മേൽ നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണോ, അതോ റിപ്പോർട്ട് ഇപ്പോഴും പൂർണ്ണമായി പൊതുമധ്യത്തിൽ പബ്ലിക് ഡൊമൈനിൽ വെക്കുന്നില്ല എന്നുള്ളതാണോ? എന്താണ് നിങ്ങളുടെ ഫോക്കസ് എവിടെയാണ്? അല്ല, അതൊരു വലിയ അത് തീർച്ചയായും ഞാനും നിങ്ങളും നികുതി അടച്ച പണം കൊണ്ട് നിർമ്മിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആ പണം ഉപയോഗിച്ച് വെച്ചിട്ടുള്ള ഒരു കമ്മീഷനാണ്. എന്തിനാണ് പിന്നെ ഇതിന്റെ പർപ്പസ് എന്താണ്? ഈ കമ്മീഷന്റെ പർപ്പസ് എന്താണ്? 2017 ഇതിൽ വെക്കുമ്പോൾ എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശം? ആ ഉദ്ദേശം ഏത് തരത്തിലാണ് ഇത് ഫുൾഫിൽ ആയിട്ടുള്ളതെന്ന് പറയാൻ സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? ഞാനും നിഷാദും ഒക്കെ പൈസ അടച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ നികുതി അടച്ചിട്ടുള്ള ആ പണത്തിൽ നിന്ന് എടുത്ത് തന്നെയാണ് ഈ കമ്മീഷനെ. കാരണം നമുക്കറിയാം, കൃത്യമായിട്ടുള്ള കണക്കുകൾ നമുക്കറിയാം. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം അവർക്കില്ലേ? അത് പറഞ്ഞു വെക്കേണ്ട ഉത്തരവാദിത്തമില്ലേ? പിന്നെ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാം. ഇപ്പോഴും നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമുണ്ട്. ഈ സ്ത്രീകൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ്, വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ സ്റ്റേറ്റ്? ഒരു സ്റ്റേറ്റിന്റെ ജോലി എന്താണ്, ഉത്തരവാദിത്തം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്ര നികൃഷ്ടമായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ പറയുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ പൊതുവിടത്തിൽ നിൽക്കുന്ന സ്ത്രീകൾ ഉന്നയിക്കുമ്പോൾ അവർക്കത് തുറന്നു പറയാനുള്ള ആർജവം ഉണ്ടാകുന്നില്ല, ധൈര്യം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും വലിയ ഒരു തൊഴിൽ മേഖലയ്ക്കകത്ത് ഇത്ര വലിയ പീഡനവും അതിക്രമവും നടക്കുന്നു എന്ന് മനസ്സിലാവുമ്പോൾ അതിനകത്ത് പരാതിയില്ലെങ്കിൽ കൂടി ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകാൻ സർക്കാരിന് കഴിയുക എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് ഈ പറയുന്ന റിപ്പോർട്ട് അപൂർണമാണ്, ഞങ്ങൾ ഇനിയും കോൺക്ലേവുകൾ നടത്തി നയം ഉണ്ടാക്കാൻ കാത്തിരിക്കുകയാണെന്ന വാദം പൂർണ്ണമായ തോതിൽ ഡൈജസ്റ്റിംഗ് അല്ല, വിഴുങ്ങാൻ കഴിയുന്നതല്ല എന്നാണ്. ഞാനൊന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് നടി മാലാ പാർവതി കൂടി നമ്മളൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി മാലാ പാർവതി, ഇതിനകത്ത് പ്രോപ്പർ ആക്ഷൻ ഉണ്ടായിരുന്നില്ല, ഇത്ര ഗുരുതരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടും എന്ന നിരാശയുണ്ടോ താങ്കൾക്ക്? ആദ്യം തന്നെ നിഷാദെ, ഞാൻ WCC അംഗമല്ല കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, പരിചയപ്പെടുത്തിയില്ല. തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ല. അങ്ങനെ ഒരു പദവി എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം WCCയുടെ ഒരു പൂർണ്ണമായ ശ്രമം കൊണ്ടാണ് ഇത് ഉണ്ടായത്. അപ്പൊ നമ്മൾ അതിനകത്ത് ഇല്ലാതെ നമ്മൾ അതിന്റെ ഒരു ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല എന്നുള്ളത് കാര്യമായിട്ട് പറയല്ല. അപ്പൊ അത് അത് ബഹുമാനിക്കുന്ന അവരുടെ ഒരു പ്രവർത്തനത്തെ അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ക്രെഡിറ്റ് എടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രം പറഞ്ഞു. തിരുത്തല്ല, പക്ഷെ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇനി ഇതിന്റെ പരിഹാരം, അതായത് കമ്മീഷനായിരുന്നു ആദ്യം കമ്മിറ്റി. അപ്പൊ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ പവർ ഒന്നും ഇല്ല, അതൊരു പഠന റിപ്പോർട്ടാണ്. അപ്പൊ അതിനകത്ത് ആൾക്കാരെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്ത് ഇങ്ങനെയൊക്കെയാണെന്ന് പറയുമ്പോൾ നമ്മളോടൊക്കെ പറയാൻ നിങ്ങൾ ഏത് സിനിമയാണെന്ന് ഒന്നും വെളിപ്പെടുത്തുന്നില്ല. കാരണം എല്ലാവരും സിനിമയിൽ വർക്ക് ചെയ്യുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. നമ്മളെല്ലാവരും നാളെയും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. സിനിമ എന്ന ഇൻഡസ്ട്രിയെ ചീത്തപ്പേരുണ്ടാക്കിയത് അതൊരു പൊതുവാണ്, ഒരു അംബ്രല്ല പോലെ. സിനിമയ്ക്ക് ചീത്തപ്പേരുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ സിനിമയിൽ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു അലിഖിത നിയമം സിനിമയിലുണ്ട്. അപ്പോ ഇറ്റ് ഇസ് അൺറിട്ടൺ, ബട്ട് ഇറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മളുടെ വ്യക്തിപരമായ അപമാനമായി പലപ്പോഴും സംഭവിക്കുമ്പോൾ അവസ്ഥയിലേക്ക് നമ്മൾ പോവാറുണ്ട്. അതെല്ലാവരും അതിനകത്തുള്ളവര് ശ്രീമതി മാലാ പാർവതി, അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് താങ്കൾ പറയുന്ന മുഴുവൻ കേൾക്കാൻ പറ്റുന്നില്ല, കവറേജിൻ്റെ ഇഷ്യൂ എന്ന് തോന്നുന്നു. ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഡിസ്കഷൻ അവസാനിക്കും മുമ്പ് ഒരിക്കൽ കൂടി വരാം എന്ന് വിചാരിക്കുകയാണ്. സോറി, മനസ്സിലാക്കുമല്ലോ. ശ്രീ ബൈജു കൊട്ടാരക്കര, ഈ വന്നിരിക്കുന്ന റിപ്പോർട്ട് സീരിയസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്മേലൊരു നവീകരണ പ്രവർത്തനം സിനിമയ്ക്കകത്ത് നടത്താൻ
സർക്കാരിൻ്റെ ഒരു മോണിറ്ററിങ്, സർക്കാർ സംവിധാനങ്ങളുടെ നിരീക്ഷണം ഉറപ്പാക്കാൻ കഴിയാതെ പോകുന്നത് അതിനകത്തു നിന്നുള്ള ഈ റെസിസ്റ്റൻസ് ഭയങ്കരമായതുകൊണ്ടാണോ? എന്നുവെച്ചാൽ പുറത്തു നിന്നുള്ള ആരും വരണ്ട, പരിശോധിക്കണ്ട, ഇത് മൊത്തം മാറ്റിപ്പണിയണ്ട, ഇത് ഞങ്ങൾ നടത്തിക്കോളാം എന്ന നിലയ്ക്കുള്ള ഒരുതരം പവർ റെസിസ്റ്റൻസ് അകത്തുനിന്ന് വരുന്നതുകൊണ്ടാണോ ഗവൺമെന്റിന് അതിനകത്ത് കടക്കാൻ കഴിയാത്തത്? നിഷാദേ, ഇപ്പോൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ അഡ്വക്കേറ്റ് അരുൺകുമാർ നല്ല കുറച്ച് ന്യായീകരണങ്ങൾ നിരത്തി. സാംസ്കാരിക വകുപ്പിനെ പോലും ന്യായീകരിച്ച് പുള്ളി നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് സജി ചെറിയാൻ, അതായത് സാംസ്കാരിക മന്ത്രി, ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല. ആ റിപ്പോർട്ട് വായിക്കാതിരുന്ന സജി ചെറിയാൻ അത് വായിച്ചിട്ടില്ല എന്ന് അരുൺകുമാർ തന്നെ പറയുന്നു. ഇന്ന് രാവിലെ മുതൽ ഇന്നലെ മുതൽ പ്രസ്താവന തുടങ്ങി. 1 കോടി രൂപ അനുവദിച്ചു, പുതിയ നയമുണ്ടാക്കാൻ പോകുന്നു, സിനിമാ നയം, പുതിയ കോൺക്ലേവ് രൂപീകരിക്കാൻ പോകുന്നു, ആ കോൺക്ലേവിലെ ആളുകളെ കൊണ്ടുവരാം. അതിനോടൊപ്പം തന്നെ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ആലോചിക്കുകയാണ്. നേരത്തെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമ നന്നാക്കാൻ. ബി ഉണ്ണികൃഷ്ണൻ, മുകേഷ്, അങ്ങനെ തുടങ്ങി കുറെ ആളുകളുടെ പേര് പറഞ്ഞു. ഒന്ന് വ്യക്തമായിട്ട് അരുൺകുമാറെ, നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം. നിങ്ങൾ പറഞ്ഞ പേരുകളിൽ എത്ര പേര് ഈ കൂട്ടത്തിലുണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കണം. അതായത് മലയാള സിനിമയെ, അതിനകത്ത് സിനിമയെ ദുഷിപ്പിക്കുന്ന ആളുകളെ സിനിമയിൽ ഉണ്ടാകരുത് എന്നൊരു അലിഖിത നിയമം ഉണ്ടെന്നാണ് മാലാപാർവതി പറഞ്ഞത്. ഇന്നലെ വരെ ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് അലബറേറ്റ് നടന്ന ആളുകളാണ് മാലാപാർവതിയും ഭാഗ്യലക്ഷ്മിയും ഒക്കെ. എന്നിട്ട് ഈ സമയം എന്താണ് ഈ പെട്ടെന്ന് ഈ കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്ന പോലെ മാറിപ്പോകുന്നത്? അപ്പൊ ഇവർക്കൊക്കെ സിനിമയിൽ നിൽക്കണം. അപ്പൊ ഈ 15 അംഗ ഇതിനകത്ത് ഗൂഢസംഘം അല്ലെങ്കിൽ മാഫിയ സംഘം, പണ്ട് തിലകൻ ചേട്ടൻ പറഞ്ഞ പോലെയുള്ള മാഫിയ സംഘം, അവരാണ് ഇവരെ കൊണ്ട് ഇപ്പൊ ഇത് പറയിപ്പിക്കുന്നത്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നേരത്തെ ബി ഉണ്ണികൃഷ്ണ പേര് പറഞ്ഞു. ഉണ്ണികൃഷ്ണനാണല്ലോ തിലകൻ ചേട്ടനെ വിലക്കിയത്. അതിന്റെ മുമ്പിൽ നിന്നത് ഉണ്ണികൃഷ്ണനാണല്ലോ. മാക്ട ഫെഡറേഷൻ എന്ന സംഘടന പിളർത്തതിനെ കുറിച്ച് ഈ റിപ്പോർട്ടിലുണ്ട്. ആരാ പിളർത്തിയത്? തുളസീദാസിന്റെ ഇഷ്യൂവിൽ ദിലീപാണെന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ? ഇതൊക്കെ പച്ചയായ വർത്തമാനങ്ങളല്ലേ? ഈ റിപ്പോർട്ട് മുമ്പിൽ വെക്കുമ്പോൾ ഇതിനകത്ത് പേര് പറഞ്ഞിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട ഒരാൾ ദിലീപാണെന്ന് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനലുകൾ പുറത്തുവിടുന്നു. ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ചാനലുകൾ ദിലീപിന്റെയൊക്കെ പടം വെച്ച് പുറത്തുവിടുന്നു. മലയാളത്തിലെ ഏതെങ്കിലും ചാനൽ എന്താ കിട്ടാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ് അത് മറച്ചു വെക്കുന്നത്? പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഈ സിനിമാ മേഖലയിൽ ഞാൻ 10-35 വർഷമായി ഈ സിനിമയുടെ ചോറുണ്ട് തുടങ്ങിയിട്ട്. ഈ സിനിമാ മേഖലയിൽ ചില അലിഖിത നിയമങ്ങളുണ്ടെന്ന് മാലാപാർവതി തന്നെ സമ്മതിച്ചു. ശരിയാണ്. ഈ അലിഖിത നിയമങ്ങളെന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ചൂഷകന്മാർക്ക് വേണ്ടിയുള്ള അലിഖിത നിയമങ്ങളാണ്. ആ ചൂഷകന്മാരെന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്തുമാകാം, ഞങ്ങളെ ധിക്കരിച്ചാൽ നീ സിനിമയിൽ ഉണ്ടാവില്ല. വിനയൻ അതിന്റെ ഇരയാണ്, തിലകൻ അതിന്റെ ഇരയാണ്, ഞാൻ അതിന്റെ ഇരയാണ്, മാലാപാർവതി അതിന്റെ ഇരയാണ്. മാലാപാർവതി അല്ല, പാർവതി തിരുവത്ത് അതിന്റെ ഇരയാണ്. അങ്ങനെ എത്ര പേർ. ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാകുന്നതിന് മുമ്പും ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതും ഇതേ റിപ്പോർട്ടിലാണ്. ക്രിമിനലുകളായ ഡ്രൈവർമാർ യൂണിയനുകളിൽ ഉണ്ട് എന്ന് പറയുന്നതും ഇതേ റിപ്പോർട്ടിൽ. കൂടെ കിടന്നില്ലെങ്കിൽ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അഭിനയിക്കാൻ നിങ്ങൾക്ക് ചാൻസ് ഇല്ല എന്ന് പറഞ്ഞതും ഇതേ റിപ്പോർട്ടിലാണ്. ഒന്ന് ആലോചിച്ചു നോക്കണം. സിനിമ ഇൻഡസ്ട്രിയെ മൊത്തമായി ദുഷിപ്പിക്കുന്നത് ഈ വെളിയിൽ നിന്ന് ഇതിനെ വിമർശിക്കുന്ന ആളുകളാണോ, അതോ ഈ ഇൻഡസ്ട്രിക്കകത്ത് തന്നെയുള്ള ഈ പുഴുക്കുത്തുകളാണോ എന്നൊന്ന് ആലോചിക്കണം. ഇത്രയും ഈ 4.5 വർഷം ഇത് പുറത്തുവിടാത്തതിന് ക്യാപ്സ്യൂളുകളും ന്യായീകരണങ്ങളും ഒരുപാട് വരുന്നു. പക്ഷേ ഇത് ഒരു 4-5 ദിവസത്തിന് മുമ്പ് ഞാൻ ഒരു ചാനലിനോട് തുറന്നു പറഞ്ഞു, 15 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, ആ 15 പേരടങ്ങുന്ന ആളുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്, അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നാൽ തലയിൽ മുണ്ടിട്ട് വേണം കേരളത്തിൽ നടക്കാനെന്ന് ഞാൻ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പാണ്. ഞാൻ എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പോൾ ഈ റിപ്പോർട്ട് അറിയേണ്ട ആളുകളൊക്കെ കുറച്ച് നേരത്തെ തന്നെ അറിഞ്ഞു. സർക്കാരിൻ്റെ കീഴിലുള്ള ചില ആളുകൾ, സർക്കാരിൻ്റെ കീഴിൽ ചില ബോർഡുകളിലോ ചില കോർപ്പറേഷനുകളിലോ ഒക്കെ ജോലി ചെയ്യുന്ന പല സിനിമാക്കാരും ഒക്കെ ഉണ്ടല്ലോ, അവരുൾപ്പെടെയുള്ള ആളുകൾ ഈ സംഗതി നേരത്തെ കണ്ടിട്ടുണ്ട് എന്നാണ് ചില ആളുകൾ പറയാനിടയായത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർ മനസ്സിൽ കരുതി ഇത് ഒരു കാരണവശാലും വെളിച്ചം കാണരുത്. അല്ലെങ്കിൽ കാട്ടുമാക്കാൻ എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ച ഒരു സജി പാറയിൽ വന്നിട്ടാണ് അയാളുടെ വാഹനത്തിന് കുഴപ്പമുണ്ടാവും എന്ന് പറഞ്ഞ് സ്റ്റേ മേടിക്കാൻ പോയത് ആദ്യം. ശരിയല്ലേ? ഈ സജി പാറയിലെ ആർക്കാണ് അറിയാവുന്ന മലയാള സിനിമയിൽ? അയാൾ പറഞ്ഞു ഞാൻ നിർമ്മാതാവാണ്. ശരിയാണ്, തമ്പുരാട്ടി എന്ന് പറഞ്ഞ സിനിമ നിർമ്മിച്ചു, 2 ദിവസം പോലും തിയേറ്ററിൽ ഓടിയില്ല. ആ സജി പാറയിലെ ഹർജി എടുക്കാതെ വന്നപ്പോൾ പിന്നീട് വന്നയാരാ? രഞ്ജിനി. ചിത്രം പോലെയുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ച രഞ്ജിനിയാണ്. കുറേ വർഷങ്ങളായി സിനിമയിൽ അഭിനയിച്ചിട്ട്. രഞ്ജിനിക്ക് എന്ത് കാര്യം?
രഞ്ജിനി മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ രഞ്ജിനിക്ക് ആകാമായിരുന്നു ഈ കമ്മീഷന്റെ മുമ്പിൽ പോയിട്ട് ഞാൻ പറഞ്ഞ മൊഴി ഇതാണ്, ആ മൊഴി എനിക്കൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കാമായിരുന്നു. അതില്ലാതെ ഇവിടെ കോടതിയിൽ കൊണ്ടുവന്നിട്ട് ഇത് മുടക്കാനാണ് അപ്പൊ മലയാള സിനിമയ്ക്കകത്തുള്ള പ്രശ്നങ്ങളെ കുറിച്ച് താങ്കളും ആവർത്തിച്ച് പറയാണ്, റിപ്പോർട്ടിന്റെ ഉള്ളടക്കം നമ്മൾ കാണുകയും ചെയ്തത്. ബൈജു, ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് മലയാള സിനിമയ്ക്കകത്ത് പല താല്പര്യങ്ങളും താരപ്രഭുക്കളും മാഫിയ സംഘങ്ങളും ഒക്കെ ഉണ്ടാവും, ഗവൺമെന്റിന് ഇപ്പോൾ അതിന് വിഷയമല്ലല്ലോ. ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു വ്യവസായ മേഖല, തൊഴിൽ മേഖല, അവിടെ നടക്കുന്ന ക്രൈമിനകത്ത് ഇടപെടാൻ ഗവൺമെന്റിനുള്ള തടസ്സം എന്താണ്? അതോ വലിയൊരു ഇൻഡസ്ട്രിയാണ്, വലിയ നികുതിദായകരാണ്, അവിടെയുള്ളതെല്ലാം ഭയങ്കര വൺ തോക്കുകൾ ആൻഡ് ബിഗ് ഷോട്ട്സ് ആണ്, അവരെ ഒന്നും നമ്മൾ പോയി ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ സർക്കാർ? അങ്ങനെ വിചാരിക്കുന്ന അല്ല നിഷാദിനകത്ത്. എൻ്റെ ഒരു കണ്ടെത്തലിനകത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആളുകളും, സിനിമാ മേഖലയിലുള്ളവർ, ഇടതുപക്ഷ ചായ്വുള്ള ഒരുപാട് പേരുണ്ട്, MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്. അതേപോലെ പറഞ്ഞിട്ടില്ലേ, ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ലേ, ആത്മയുടെ നേതാവ് എന്ന് പറഞ്ഞാൽ, ആത്മയുടെ നേതാവാരാ? എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയായ ഗണേഷ് കുമാറാണ്, മന്ത്രിയല്ലേ? ഗണേശ പേര് പുറത്തു വരുമോ? മുകേഷ് MLA അല്ലേ? അതുപോലെ എത്രയോ പേർ. ഇത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ, സിനിമാ മേഖലയിലുള്ള ആളുകൾ, ഇവരുടെ പേര് പുറത്തു വന്നാൽ ഇത് ഗവൺമെന്റിന് തന്നെ നാണക്കേടാകും എന്നൊരു തോന്നൽ ഗവൺമെന്റിനുണ്ട്, ഉറപ്പാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പണിയെല്ലാം കാണിക്കുന്നത്. ഒരു കോൺക്ലേവ് നടത്തിയത് കൊണ്ട് ഇത് പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്നലെ മുതൽ ഒരു ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട്, അതായത് ഈ 15 അംഗ ഈ കൊട്ടേഷൻ സംഘത്തിന്റെ അല്ലെങ്കിൽ ഈ 15 അംഗ മാഫിയ സംഘത്തിന്റെ പ്രവർത്തനം ഇന്നലെ മുതൽ തന്നെ തുടങ്ങി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എപ്പോൾ പുറത്തു വന്നോ അന്നേരം മുതൽ ഇവരുടെയൊക്കെ ഉച്ചിഷ്ടം ഭക്ഷിക്കുന്ന ചില ആളുകളുണ്ട് മലയാള സിനിമയിൽ, അവരിറങ്ങിയിട്ടുണ്ട്. പല ചാനലുകളിൽ വരുന്ന് ന്യായീകരിക്കുന്നു, ഇതുവരെ ഉള്ളതൊക്കെ പോട്ടെ, ഇനിയുള്ള കാലം നന്നായി നോക്കിയാൽ മതിയെന്ന്. അത് കേരള പോലീസ് ചിലപ്പോൾ ഇന്നേ വരെ കേരളത്തിലുണ്ടായിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ അങ്ങ് നിർത്തി ആ കേസെല്ലാം വെറുതെ വിട്ടു. കോടതി പറയുന്നു എല്ലാ കേസുകളും വെറുതെ വിട്ടു. നാളെ മുതൽ കേരളത്തിലെ ആളുകളെല്ലാം മാലാഖമാരായിട്ട് ജീവിക്കണം, നല്ല മനുഷ്യരായിട്ട് ജീവിക്കണം. ഈ പറയുന്നത് പോലെ ഉള്ളൂ ഈ കാര്യങ്ങളും. സർക്കാരിന്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് സർക്കാരിന്റെ അവിടെയുള്ള ആളുകളുടെ താല്പര്യമാണെന്നാണ്. അല്ല കേസ്, ശ്രീ അരുൺകുമാർ, ഇത് കേൾക്കൂ. അതായത് ഡോക്ടർ സ്വയ നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യം ഇതാണ്. അതായത് ഇത്ര ഗുരുതരമായ സംഗതികൾ നടക്കുന്നുണ്ട് എന്നാണ് ഫിലിം ഇൻഡസ്ട്രിയെക്കുറിച്ച് സർക്കാരിന്റെ മുമ്പിൽ വന്നിട്ടുള്ള റിപ്പോർട്ട്. അതിലിപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള പരാതിക്കാരില്ല, അവരവരുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാനോ പരാതിയുമായിട്ടോ നിയമ നടപടിയുമായിട്ടോ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ തന്നെയും കുഴപ്പമാണ് നടക്കുന്നത് മുഴുവൻ എന്നറിഞ്ഞ് സർക്കാരിന് ഒരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാക്കുക, ഒരു വിജിലൻസ് ഏർപ്പാടുണ്ടാക്കുക, ഒരു എന്താ പറയുക, ഇൻവെസ്റ്റിഗേഷൻ, ഒരു പൊതുവായ അന്വേഷണത്തിന് ഇത് ചെയ്യുക, ശരിയാവണ്ണമുള്ള ആളുകൾക്കുള്ള സൗകര്യങ്ങളും വിവേചനരഹിതമായ അന്തരീക്ഷവും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാനൊരു ഏർപ്പാടുണ്ടാക്കുക. ഇതിലേക്കൊന്നും പോയില്ലല്ലോ. ഈ പറഞ്ഞ റിപ്പോർട്ടിന് സാങ്കേതികവും നിയമപരവുമായ ചില പരിമിതികളുണ്ട്. സോ നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല. എത്ര വിലാപങ്ങൾ അവിടെ കേൾക്കുന്നുണ്ടെങ്കിലും, സ്ത്രീകൾക്ക് എന്തുമാത്രം കുഴപ്പമുണ്ടെങ്കിലും, റിപ്പോർട്ട് എന്ന് പറഞ്ഞ കമ്മിറ്റി റിപ്പോർട്ടാണ്, കമ്മീഷൻ റിപ്പോർട്ടല്ല. ഈ റിപ്പോർട്ടിനകത്തുള്ള പരാതികൾക്കകത്ത് നിയമപരമായ പൂർണ്ണതാ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ 4.5 വർഷവും അവഗണിച്ചു. ഇനി വരാൻ പോകുന്ന സിനിമാ നയം, അത് എന്തെല്ലാം പ്രോസസ്സ് പൂർത്തിയായാലാണ്? അപ്പം സ്റ്റിൽ ദാറ്റ് പ്രശ്നങ്ങൾ അവിടെ കിടക്കുകയും കൂടിയാണല്ലോ അരുൺ. മിസ്റ്റർ നിഷാദ്, ഞാൻ താങ്കളുടെ വാട്സപ്പിലേക്ക് ഒരു ഉത്തരവ് അയച്ചിട്ടുണ്ട്. 1 വർഷവും 1 മാസവും മുമ്പുള്ള ഗവൺമെന്റ് ഉത്തരവാണ്. സാംസ്കാരിക കാര്യ വകുപ്പ് സംസ്ഥാനത്ത് സിനിമാ നയം രൂപീകരിക്കുന്നതിനുള്ള കരട് തയ്യാറാക്കുന്നതിന് കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവാകുന്നു. അതിന്റെ 2ാം പാരഗ്രാഫ് ഞാനൊന്ന് വായിക്കാം. പ്രസ്തുത കമ്മിറ്റി കരട് സിനിമാ നയം തയ്യാറാക്കുമ്പോൾ ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റിയുടെ ശുപാർശകൾ കൂടി പരിശോധിച്ച് ഉചിതമായ നിർദ്ദേശങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കേണ്ടതും സിനിമയിലെ പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സിബിഷൻ എന്നീ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ അഭിപ്രായം കൂടി കണക്കിലെടുക്കേണ്ടതാണ്. ഇത് 1 വർഷവും 1 മാസം മുമ്പ് ഗവൺമെന്റ് പുറത്തിറക്കിയ ഉത്തരവാണ്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് നവംബറിൽ എറണാകുളത്ത് വെച്ചൊരു കോൺക്ലേവ് അടക്കം രൂപീകരിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ശുപാർശയിലെ ഭൂരിഭാഗം കാര്യങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയും ശ്രീ ബൈജു കൊട്ടാരക്കരി എല്ലാം പറയുകയാണ് ഗവൺമെന്റ് ഇതിൽ അടയിരിക്കുകയാണ്. മിസ്റ്റർ, ഇന്നലെയാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. ഇന്നലെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1 വർഷവും 1 മാസം മുമ്പ് ഈ വിഷയത്തിൽ ഹേമ കമ്മിറ്റിയുടെ ശുപാർശ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് എങ്ങനെയാണ് ഒരു ഉത്തരവ് പുറത്തിറക്കുക? അതിന്റെ ഭാഗമായി ഒരു കമ്മിറ്റി ഉണ്ടാക്കുക,
ആ കമ്മിറ്റിയുടെ ഭാഗമായി തുടർച്ചയായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, ഭൂരിഭാഗം കാര്യങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ ആ കമ്മിറ്റിയെ പ്രൊഡക്ഷൻ, റീപ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, എക്സിബിഷൻ അതെല്ലാം അല്ലേ ഇതിന്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ ഫീൽഡിൽ വരിക. അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്നു. മിസ്റ്റർ നിഷാദ്, ആ ഉത്തരവ് താങ്കളത് വായിക്കണം, താങ്കൾ കണ്ടിട്ടുണ്ടാവും നേരത്തെ. അതുകൊണ്ട് ഗവൺമെന്റിന് ഇതിലൊരു പരിപാടിയുണ്ട്. ശ്രീ ബൈജു കൊട്ടാരക്കര എല്ലാവരെയും അളക്കുന്നത് പോലെ CPM-ന്റെ പ്രതീതി അളക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ കൃത്യമായി ആരെങ്കിലും സംരക്ഷിക്കാനോ ആരെങ്കിലും തലോടാനോ താലോലിക്കാനല്ല ചർച്ചയിൽ വന്നിരിക്കുന്നത്. ഗവൺമെന്റിന് ഇതിലൊരു ഇച്ഛാശക്തി ഉണ്ട്. നിങ്ങളാരും പറഞ്ഞിട്ടല്ലല്ലോ 2017 ഇത്തരത്തിലൊരു കമ്മീഷനെ വെച്ച്. ഞാനൊരു കാര്യം, ഒരു സംശയം അഡ്വക്കേറ്റ് അരുൺകുമാർ, ഞാനൊരു സംശയം ചോദിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം ഉണ്ടാവണമെന്നാണ്. എൻ്റെ സംശയമാണ് കേട്ടോ, എൻ്റെ സംശയം. ഈ നിങ്ങൾ വെച്ചിട്ടുള്ള ഈ കമ്മിറ്റിക്കകത്ത് നിയമനിർമ്മാണം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആരാണുള്ളത്? സിനിമാ നയം ഉണ്ടാക്കാൻ പോവുകയാണ്. ആ സിനിമാ നയത്തിൽ മഞ്ജു വാര്യരുണ്ട്, മുകേഷ് MLA ഉണ്ട്, B ഉണ്ണികൃഷ്ണനുണ്ട്, പത്മപ്രിയയുണ്ട്, രാജീവ് രവി ഛായാഗ്രാഹകനുണ്ട്, കുമാരി നിഖില വിമലുണ്ട്, സന്തോഷ് കുരുവിള നിർമ്മാതാവുണ്ട്, സി അജോയ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി ഉണ്ട്, ഷാജിയൻ കരുൺ അതിൻ്റെ ചെയർമാനാണ്. സിനിമ നയം ഉണ്ടാക്കാൻ പോവാണ്. സിനിമ നിയമത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ലീഗൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആരും ഇതിലില്ല. സർക്കാരിൻ്റെ ഒരു ഉന്നം എന്ന് പറയുന്നത് തുടക്കത്തിൽ എഴുതിയിട്ടില്ല. രണ്ടാമത്തെ ഖണ്ഡികയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടി പരിശോധിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചേർക്കൂ എന്നാണ്. നിയമം ഓർ നയം, ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാമോ? മിസ്റ്റർ നിഷാദ്, ഒരു നയം രൂപീകരിക്കുന്നതും നിയമം രൂപീകരിക്കുന്നതും രണ്ടും രണ്ടാണ്. നിയമം നിയമനിർമ്മാണമാണ്. അത് നിയമസഭയ്ക്കകത്ത് നടക്കേണ്ട കാര്യമാണ്. എനിക്കറിയേണ്ട അതാണ്. ഞാൻ ഈ ചർച്ചയിൽ അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് അരുൺ തുടർച്ചയായി ഇടപെടുന്ന താങ്കൾക്ക് മുഷിപ്പ് തോന്നല്ലേ? ഞാൻ ചോദിക്കുന്നത് നിയമം ഉണ്ടാക്കണം എന്നല്ലേ ഹേമ കമ്മീഷന്റെ ശുപാർശ? അതിന്മേൽ നിങ്ങൾ നടത്തി അല്ല സോറി ഞാൻ ചോദിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിയമം ഉണ്ടാക്കണം, നിയമനിർമ്മാണം വേണം, അല്ലാതെ പരിഹരിക്കാൻ കഴിയുന്നതല്ല, അതിനപ്പുറം ഈ വിഷയം വലുതായിട്ടുണ്ട് എന്നാണ്. നിയമനിർമ്മാണത്തിനായി എടുത്തിട്ടുള്ള സ്റ്റെപ്സിന്റെ ഡീറ്റെയിൽസ് തരാമോ? അത് നിയമസഭയെ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? അതെ, ഒരു നിയമനിർമ്മാണത്തിലേക്ക് ഗവൺമെന്റ് പോകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വലിയ സാഹചര്യങ്ങളെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ നിയമം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ നിർമ്മിക്കുന്നത് ആ മേഖലയിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള സാമൂഹ്യ, സാമ്പത്തിക, മറ്റ് തരത്തിലുള്ള എല്ലാ പ്രത്യാഘാതങ്ങളെയും നോക്കേണ്ടതുണ്ട്. ആ നിയമനിർമ്മാണത്തിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു നയം രൂപീകരിക്കുന്നത്. ആ നയം കൃത്യമായി ആ മേഖലയിൽ പണിയെടുക്കുന്ന എക്സ്പെർട്ടുകൾ, അതിൽ അഭിനേതാക്കളുണ്ടാവും, സംവിധായകരുണ്ടാവും, നിർമ്മാതാക്കളുണ്ടാവും, മറ്റു മേഖലയിൽ പണിയെടുക്കുന്നവരുണ്ടാകും, അതുപോലെ പൊതുസമൂഹത്തിലുള്ളവരുണ്ടാകും. അത്തരത്തിൽ ഉള്ള അഭിപ്രായ രൂപീകരണത്തിലൂടെ മാത്രമേ ഒരു ഗവൺമെന്റിന്റെ നിയമനിർമ്മാണത്തിലേക്ക് പോകാൻ കഴിയൂ. ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് നിയമപരമായ അധികാരത്തോടു കൂടിയ ഒരു ജുഡീഷ്യൽ ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നത് ഉൾപ്പെടെ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി നിയമനിർമ്മാണം നടത്തുക എന്നതാണ്. അതിന് താഴെ വരുന്ന ഭൂരിഭാഗം റെക്കമെൻഡേഷൻസും ഈ ടോയ്ലറ്റുകൾ, സുരക്ഷിതമായ ഡ്രസ് എക്സ്ചേഞ്ചിങ് റൂമുകൾ, അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ഭേദമന്യേ തുല്യ വേതനം, സൈബർ ആക്രമണം, അതുപോലെ പ്രസവം, ശിശു സംരക്ഷണം, ശാരീരിക പൈതൃകം, മറ്റ് അവധി എടുക്കുമ്പോൾ ഒരു പ്രശ്നം, സിനിമ ഉള്ളടക്കത്തിലെ ലിംഗനീതി പ്രോത്സാഹിപ്പിക്കുക, സിനിമ ആർട്ടിസ്റ്റുകൾക്ക് ക്ഷേമനിധി, അത്തരത്തിൽ രേഖാമൂലമുള്ള കരാറ്, അത്തരത്തിലുള്ള സിനിമയ്ക്ക് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ നയത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തണമെങ്കിൽ ഈ മേഖലയിൽ പണിയെടുക്കുന്ന എക്സ്പെർട്ടുകളുടെ അഭിപ്രായം വേണം. അപ്പൊ ഗവൺമെന്റിന് ഇതിലൊരു ദീർഘവീക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ കമ്മിറ്റിയെ വെച്ചത്. കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. ആരെങ്കിലും കമ്പൽഷന്റെ ഭാഗമായിട്ടല്ലോ കമ്മിറ്റി വെച്ചത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഇല്ലല്ലോ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിലില്ലല്ലോ. അതുകൊണ്ട് ശക്തമായി നടപടി സ്വീകരിക്കും. അല്ല, ഇപ്പൊ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു ഏതെങ്കിലും പരാതി വരുന്നു. ഇപ്പൊ ഇത്രയോ പേർക്കെതിരെ കേസെടുത്തു ഈ കുറച്ച് കാലയളവിനുള്ളിൽ. ഇപ്പൊ ദിലീപിന്റെ കേസ്, വിജയ് ബാബുവിന്റെ കേസ്, റിട്ടയർഡ് DYSP നടനുമായ മധുസൂദനനുമായി ബന്ധപ്പെട്ട കേസ്, ശ്രീനാഥ് ഫാസിയുമായി ബന്ധപ്പെട്ട കേസ്, സംവിധായകൻ ജീൻ പോൾ ലാലുമായി ബന്ധപ്പെട്ട കേസ്, സംവിധായകൻ കിഷോറിനെതിരായിട്ടുള്ള കേസ്, മഞ്ജു വാര്യരുടെ പരാതിയിൽ ശ്രീകുമാറിനെതിരെ കേസ്, പോസ്കോ കേസിൽ ശ്രീജിത്ത് രവിക്കെതിരെ കേസ്, ഉയർന്നു വന്ന മുഴുവൻ വിഷയങ്ങളും ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് പരാതി, ഏത് രൂപത്തിൽ, ചെക്ക് കേസോ, ലൈംഗിക പീഡന കേസോ, മറ്റാരോപണമോ, ചീറ്റിംഗ് കേസോ, ഗവൺമെന്റ് ശക്തമായിട്ട് തന്നെ നടപടി എടുത്തിട്ടുണ്ട്. ഇത് വരട്ടെ. മുഖ്യമന്ത്രി ഇന്ന് അവസാനം പറഞ്ഞില്ലേ, ഈ ഒരു പരാതി കിട്ടിയാൽ, ഒരു സാഹചര്യം വന്നാൽ കൃത്യമായി തന്നെ നടപടി സ്വീകരിക്കും. നേരത്തെ ബൈജു പറഞ്ഞു ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരാൾ നടൻ ദിലീപാണെന്നോ മറ്റോ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമുക്കറിയില്ല അത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇതിലെ ഒരു പ്രമുഖനാണ് ദിലീപ്. ദിലീപിനെ അകത്തിടാൻ മടി കാണിക്കാതിരുന്ന ഒരു ഭരണകൂടം മറ്റെന്തിനും അടിക്കണമെന്നാണ് എന്ന ലോജിക്കാണ് അരുൺകുമാർ മുന്നോട്ട് വെക്കുന്നത്.
ചോദ്യം എനിക്ക് വ്യക്തമായില്ല. ഞാൻ ചോദിക്കുന്നത്, ദിലീപിനെ പോലെ ഒരു വലിയ ആളെ പിടിച്ച് അകത്തിടാൻ മടിയുണ്ടായിട്ടില്ല. പിന്നെയും കേസെടുത്തവരുടെ നീണ്ട നിര വായിക്കുകയാണ് അരുൺകുമാർ. അങ്ങനെ ഒരു സർക്കാരിന് സിനിമ ഇൻഡസ്ട്രിയിൽ ഇടപെടാൻ എന്തോ ഭയവും താല്പര്യക്കുറവും ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണ് ലോജിക്കലാവുക എന്നാണ്. അല്ല, ദിലീപിന്റെ വിഷയം നമുക്ക് വളരെ കൃത്യമായി അറിയാം. അത് പൊതുസമൂഹത്തിൽ വലിയ അല്ലെങ്കിൽ കോളിളക്കം ഉണ്ടാക്കിയ തരത്തിൽ, കാരണം ഇന്ത്യയിൽ പോലും അത്തരത്തിലുള്ള ഒരു ക്രൈം രജിസ്റ്റർ മുന്നേ ചെയ്തിട്ടില്ല എന്നുള്ള വാസ്തവമൊക്കെ നമുക്കറിയാവുന്നതാണ്. കാരണം പി ടി തോമസിനെ പോലെയുള്ള ഒരാൾ അതിൽ ഇടപെട്ടിട്ടുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത് ആ കേസുമായി ബന്ധപ്പെട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് നിയമപ്രക്രിയയിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും ഇതിൽ നിലനിൽക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ, കാരണം ഞങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ഇതില്ലാതാവുന്നില്ലല്ലോ. നിങ്ങൾ അങ്ങനെ അതൊക്കെ ഈ കേസുകളൊക്കെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഈ നടന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ അതിന് കൃത്യമായിട്ടുള്ള പരാതിയിലൂടെ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള പരാതികളുമായി മുന്നോട്ട് പോവുകയും ആ പരാതിന്മേൽ കൃത്യമായ കേസെടുക്കുകയും ചെയ്യേണ്ട സാഹചര്യം സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. അത് ചെയ്തിട്ടുമുണ്ട്. അല്ലെങ്കിൽ അക്കാര്യത്തിലല്ല നിഷേധം ഉണ്ടാകുന്നത്. അത് വിചാരിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ അതൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കട്ടെ എന്ന് പറയുന്നതിൽ എന്ത് ന്യായീകരണമാണ് പറഞ്ഞു വെക്കാനുള്ളത്? സർക്കാരിൻ്റെ ആർജവത്തെ പറ്റിയൊക്കെ അഡ്വക്കേറ്റ് അരുൺകുമാർ നിരന്തരം പറയുന്നത് കേട്ടു. ഞാൻ ഈ സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അദ്ദേഹം പരാമർശങ്ങൾ നടത്തി. അവിടെ ഉള്ള ഈ വിക്ടിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇര എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്ന ആളുടെ അടുത്ത് പോയി പരാതി സ്വീകരിക്കാനും അല്ലെങ്കിൽ പരാതി എടുക്കാനും അതുപോലെ മറ്റ് പല കോടതി വിധികളും വളരെ തകൃതിയിൽ നടപ്പിലാക്കാനും ഒക്കെ ശ്രമിച്ചൊരു സർക്കാർ തന്നെയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ആർജവമൊന്നും അല്ലെങ്കിൽ അതിൻ്റെ 10-1 ആർജവമൊന്നും ഇക്കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ പറയുന്ന പവർ ഗ്രൂപ്പ് എന്നാണല്ലോ പറഞ്ഞു വെക്കുന്നത്. ആ പവർ ഗ്രൂപ്പ് ഈ സർക്കാരിൻ്റെ തന്നെ ഭാഗമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ പവർ ഗ്രൂപ്പ് തന്നെ ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന സംവിധാനത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ പവർ ഗ്രൂപ്പിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരും പവർ ഗ്രൂപ്പും ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആരാണ് തീരുമാനമെടുക്കുന്നത്? ഇപ്പോൾ നേരത്തെ ശ്രീ ബൈജു പറഞ്ഞതുപോലെ പവർ ഗ്രൂപ്പാണോ നിയന്ത്രിക്കുന്നത്, ഗവൺമെന്റ് ആണോ നിയന്ത്രിക്കുന്നത് നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം രണ്ടും ഒന്നായി പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം അത്തരത്തിലുള്ള വലിയ ആർജവമൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഇപ്പം നേരത്തെ അദ്ദേഹം ഒരു നിഷാദിന്റെ ഫോണിലേക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്, അത് കടലാസിലല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോസസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് കണ്ടിട്ടില്ല. സിനിമാ പ്രവർത്തകരായിട്ടുള്ള ആരും ഇന്നേ വരെ അത്തരമൊരു കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച നടത്തിയതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടത്തിയതായിട്ടോ നമുക്കാർക്കും അറിവില്ല. കടലാസിലല്ലാതെ ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തനങ്ങൾ നടത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വട്ടപൂജ്യമായി മാറുന്നു. കാരണം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എത്രയേറെ കേസുകളും അല്ലെങ്കിൽ എത്രയേറെ ബുദ്ധിമുട്ടുകളും എത്രയേറെ പ്രശ്നങ്ങളും ഈ മേഖലയിൽ ഉണ്ടായി എന്ന് വളരെ അൺഒഫീഷ്യലായിട്ട് തന്നെ പറയുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. സിനിമാ നയം രൂപീകരിക്കാൻ ഒരു വർഷം മുമ്പ് തയ്യാറാക്കിയ കോൺസ്റ്റിറ്റ്യൂട്ടീവ് കമ്മിറ്റി 2 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗവൺമെന്റിൽ സ്വാഭാവികമായിട്ട് അവർ റിപ്പോർട്ട് ഉണ്ടാവും. ആ കരടിനകത്ത് എന്തൊക്കെയാണുള്ളതെന്നെങ്കിലും ഗവൺമെന്റ് പറയാൻ തയ്യാറാകുമോ? അതെങ്കിലും സജി ചെറിയാൻ വായിച്ചിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ചർച്ചയിലേക്ക് വീണ്ടും ബൈജു കൊട്ടാരക്കര, ഈ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ മലയാള സിനിമയ്ക്കകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നതിന്റെ സാധ്യത? ഞാൻ ചോദിച്ചത് ഗവൺമെന്റിന്റെ ഇടപെടലിനെ കുറിച്ചല്ല. ഈ പുറത്തു വന്ന റിപ്പോർട്ട് മലയാള സിനിമയ്ക്കകത്ത് സീരിയസ് ആയ ഒരു ഡിസ്കഷൻ ഓപ്പൺ ചെയ്യും, അതിനകത്ത് ചില മാറ്റങ്ങളുടെ അല്ലെങ്കിൽ ചില ചർച്ചകളുടെ സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അതോ ഇതൊന്നും ഞങ്ങളെ ബാധിക്കാൻ പോകുന്ന കാര്യമല്ല, ഞങ്ങളോട് ആരും ഒന്നും ചോദിക്കാനും വരുന്നില്ല എന്ന് പറയുന്ന ഒരു ഉപരിബോധം ഇപ്പോഴും ഈ മൊമെന്റിലും മലയാള സിനിമയിലെ പ്രഭുക്കളെ ഭരിക്കുന്നുണ്ടാവുമോ? അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് നിഷാദെ. അതായത് അരുൺകുമാർ നേരത്തെ പറഞ്ഞു CPM അവരെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞു. അതൊക്കെ അവരുടെ കാര്യമാണ്. CPM കൂടെ ആയാലും കോൺഗ്രസിന്റെ കൂടെ ആയാലും അല്ലെ RSSന്റെ കൂടെ ആയാലും ഒക്കെ ഏത് പാർട്ടിയാണെങ്കിലും അവരുടെ കൂടെ നിൽക്കുന്നവരെയൊക്കെ സംരക്ഷിക്കുന്ന അവരുടെ കാര്യങ്ങളാണ്. പക്ഷേ അരുൺകുമാർ പറഞ്ഞതിനകത്ത് ഒരു കാര്യമുണ്ട്. ഈ ലൊക്കേഷനിൽ മൂത്രപ്പുര കിട്ടുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ബലാത്സംഗവും അതേപോലെ തന്നെ ഈ 15 അംഗ മാഫിയ സംഘവും എന്നും കൂടെ എഴുതി ചേർക്കേണ്ടി വരും. അതായിരിക്കും നടക്കുന്നത്. അതായത് മലയാള സിനിമയിൽ ഇന്ന് ഈ കണ്ടെത്തിയിരിക്കുന്ന ആളുകൾ 67ഓളം പെൺകുട്ടികളാണ് അല്ലെങ്കിൽ 67ഓളം സ്ത്രീകളാണ് ഇതിനകത്ത് പരാതി കൊടുത്തിരിക്കുന്നത്. ഇതിൽ പല സ്ഥലങ്ങളിലും ആ റിപ്പോർട്ട് വായിച്ചാൽ അറിയാം, പല സ്ഥലങ്ങളിലും ഗേൾ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റേതൊക്കെ ആർട്ടിസ്റ്റ് എന്നും വുമൺ എന്നും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലത്ത് ഗേൾ എന്ന് ഉപയോഗിക്കണമെങ്കിൽ അതൊരു പെൺകുട്ടി എന്നാണ്. പോക്സോ കേസ് വരെ എടുക്കാൻ
പിന്നെ ആ വകുപ്പുള്ള ഒരു റിപ്പോർട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്, അത് ജസ്റ്റിസ് ഹേമ കൊടുത്തിരിക്കുന്നത്. അത് ഒന്നും വേണ്ട, ഇനി അതിൽ പ്രവർത്തനങ്ങളൊന്നും വേണ്ട, ഇനി ഞങ്ങൾ കോൺക്ലേവ് നടത്തി അങ്ങ് സിനിമ രക്ഷിച്ചേക്കാം, സിനിമ നന്നാക്കിയേക്കാം. അപ്പോൾ ഈ ഇത്രയും കാലം ഈ വൃത്തികേട് ചെയ്ത യുവമാർ മുഴുവൻ ഇനി വീണ്ടും ഇത് ആവർത്തിക്കും, അതിന് യാതൊരു സംശയവുമില്ല. വീണ്ടും സിനിമയിൽ മാഫിയ സംഘം ഉണ്ടാവും, വീണ്ടും സിനിമയിൽ ബലാത്സംഗം നടക്കും, വീണ്ടും കഥകിന് മുട്ടും, വീണ്ടും തല്ലിപ്പൊളിക്കാൻ ചെല്ലും, വീണ്ടും മൂത്രപ്പുര ഉണ്ടാവില്ല, വീണ്ടും ഭക്ഷണം ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും സിനിമയിൽ ചാൻസ് വേണമെങ്കിൽ എൻ്റെ കൂടെ കിടന്നെങ്കിലേ ചാൻസ് മേടിക്കി തരൂ എന്നുള്ള വാചകങ്ങൾ വരെ സിനിമയിൽ ഇനിയും ഉണ്ടാകാം. ഇല്ലെങ്കിൽ ഇതിനകത്ത് ആരൊക്കെയാണോ ഉൾപ്പെട്ടിരിക്കുന്നത് അവരുടെ പേര് വിവരം പുറത്തു വിടുന്നത് ഒരു നിർബന്ധവുമില്ല. ഇപ്പം സത്യത്തിൽ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഈ ലൊക്കേഷനും അതിലെ സംഭവങ്ങളും ഒക്കെ അറിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ആളുകൾക്ക് അറിഞ്ഞു കഴിഞ്ഞു ആരാണെന്ന്. പിന്നെ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു കമ്മിറ്റി കൂടെ ആയപ്പോൾ പൂർണ്ണമായി. നേരത്തെ ചെയ്തു വെച്ചിരുന്ന കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ പേര് ഒരു അരുൺകുമാർ തന്നെയാണ് പറഞ്ഞത്. ആ കമ്മിറ്റി കൂടെ ആയപ്പോൾ പരിപൂർണമായി. അഖില ആ കമ്മിറ്റി എടുത്ത ആൾക്കാരെ നിങ്ങൾ ഈ റിപ്പോർട്ടുമായി വെച്ചൊന്ന് പരിശോധിച്ച് നോക്കണം. ഇവരുടെയൊക്കെ പേരിൽ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ, എത്ര അലിഗേഷൻസ്, എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നൊന്ന് അന്വേഷിക്കണം. ഇതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് അന്വേഷിക്കാതെ ഞങ്ങളങ്ങ് കോൺക്ലേവ് നടത്തി സിനിമ അങ്ങ് രക്ഷിച്ചാളയാ, മലയാള സിനിമ വലിയ വ്യവസായമാണ്. അരുൺകുമാറെ, ഇതൊന്നും പറഞ്ഞിട്ട് സിനിമ ഇൻഡസ്ട്രിയെ നന്നാക്കാൻ നിങ്ങൾ നോക്കരുത്. ഈ സിനിമ ഇൻഡസ്ട്രി നന്നാവണമെങ്കിൽ ആദ്യം അവനവന് നന്നാവണം എന്ന് പറയുന്ന പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറയുന്നത് പോലെ ഈ ഇൻഡസ്ട്രിക്കകത്ത് ഇന്നേ വരെ ഈ വൃത്തികേട് കാണിച്ച ആളുകളെ ഞാൻ ചോദിക്കട്ടെ, 40 വർഷം മുമ്പ് നടന്ന ഒരു മീടൂവിന് കേസെടുക്കാമെന്നുണ്ടെങ്കിൽ ഈ 10 വർഷം മുമ്പ് നടന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേസെടുക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? എന്താണ് ഗവൺമെന്റ് ഇത്ര ബുദ്ധിമുട്ട്? ഗവൺമെന്റ് വിചാരിച്ചാൽ നടക്കില്ലേ? ജസ്റ്റിസ് ഹേമ കേസെടുക്കരുത് അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് എഴുതിയാൽ ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ആ ഗവൺമെന്റ് കഴിയുമോ? ഗവൺമെന്റിന്റെ അല്ലെ നയം രൂപീകരിക്കേണ്ടത് ഗവൺമെന്റ് അല്ലേ? എന്തിനെ ജസ്റ്റിസ് ഹേമയെ കുറ്റം പറയുന്നു? അപ്പോൾ ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ആയുധം, വേറൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മന്ത്രി സജി ചെറിയാൻ റിപ്പോർട്ട് വായിക്കാതെ കോൺക്ലേവിനുള്ള കാര്യവും പണം അനുവദിക്കുന്ന കാര്യവും ഒക്കെയാണ് പറയുന്നത്. ശരിയാണ്, അതിനി അങ്ങനെ നടക്കും. അങ്ങനെയാണെങ്കിൽ അരുൺകുമാർ ഇപ്പോൾ ഈ ഒരു വർഷം മുമ്പത്തെ സർക്കാർ ഉത്തരവിന്റെ പകർപ്പാണ് താങ്കൾ എനിക്ക് അയച്ചത്. അതിനകത്ത് പറയുന്ന കാര്യം 2 മാസത്തിനകം കരട് റിപ്പോർട്ട് നൽകണം എന്നാണ്. അത് ഗവൺമെന്റിന് കിട്ടിക്കാണുമല്ലോ. അതേക്കുറിച്ചെങ്കിലും സർക്കാരിന്, മന്ത്രിക്ക് വല്ല ഇൻഫർമേഷനും ഉണ്ടോ? അതിന്മേൽ ആ കരട് റിപ്പോർട്ടിന്റെ സ്വഭാവം എന്താണ്? കർശനമായ നിയമം കൊണ്ട് നിയന്ത്രിക്കേണ്ടതാണ് സിനിമ എന്ന ശുപാർശ അതിനകത്തുണ്ടോ? അതിന്റെ അപ്ഡേറ്റ് വല്ലതുണ്ടെങ്കിൽ പറയാമോ? ഇതിപ്പോ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് അന്വേഷണം നടത്താനും ഇത്തരത്തിൽ പഠനം നടത്താനും റെക്കമെൻഡേഷൻ ചെയ്യാനും കൊടുത്ത സമയം 6 മാസമായിരുന്നു. അത് 4 ഘട്ടത്തിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് 2 വർഷം കൊണ്ട് അത് പൂർത്തീകരിച്ചത്. ഞാൻ അങ്ങേക്ക് അയച്ചു തന്ന റിപ്പോർട്ട് ഗവൺമെന്റ് ഉത്തരവ് കൃത്യം 1 വർഷം മുമ്പുള്ളതാണ്. അതിന്റെ പഠനവും നടന്നുകൊണ്ടിരിക്കുക. ആദ്യം 2 മാസമാണ് നിശ്ചയിച്ചത്. വിപുലമായിട്ടുള്ള സാധ്യതകൾ എന്ന് വെച്ചാൽ ഈ മേഖലയിൽ ഉള്ളവരെ മുഴുവൻ അഡ്രസ്സ് ചെയ്യണം. പ്രൊഡക്ഷനും റീപ്രൊഡക്ഷനും അതുപോലെ ഇതിന്റെ ഓരോ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ ഫീൽഡുകളിലെ ആളുകളെ അഡ്രസ്സ് ചെയ്തിട്ട് വേണം ഒരു നയരൂപീകരണത്തിലേക്ക് വരാൻ. അതിന്റെ പ്രോസസ്സിംഗ് അവസാന ഘട്ടത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മാസത്തോടു കൂടി തന്നെ അതിന്റെ ഫൈനൽ റിപ്പോർട്ട് വരും. അതിനുശേഷം നിയമനിർമ്മാണത്തെക്കുറിച്ച് ആലോചിക്കും. ഇവിടെ റെക്കമെൻഡേഷൻ ആണെങ്കിലും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കാനും ഈ മേഖലയിലെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയിട്ടാണല്ലോ കമ്മീഷനെ വെച്ചതും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തത്. അതുപോലെ ഉയർന്നു വന്ന കേസുകളിലെല്ലാം അതിശക്തമായിട്ട് തന്നെ നടപടി സ്വീകരിക്കുന്നു. നിങ്ങൾ ഇൻഡിവിജ്വൽസിനെതിരെ ഉയർന്നു കേസിനെ കുറിച്ച് പറയല്ലേ അരുൺകുമാർ? ഞാൻ ചോദിക്കുന്നത് നിയമനിർമ്മാണം വേണമെന്ന് പറയുന്ന കാര്യം ഇതുവരെ സർക്കാർ തൊട്ടിട്ടില്ല എന്നല്ലേ താങ്കൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ മലയാളം? സിനിമാ നയമൊക്കെ ഉണ്ടാക്കുന്ന വേറെ കാര്യം. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ശുപാർശയെ പിന്തുടർന്നുകൊണ്ട് സർക്കാർ ചെയ്ത ഒരു കാര്യമല്ല. അത് സർക്കാരിൻ്റെ നേരത്തെയുള്ള പ്രഖ്യാപനത്തിൻ്റെ ഭാഗമാണ് സിനിമാ നയം രൂപീകരിക്കുമെന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ ക്രൈം നടക്കുകയാണ്, അത് തടയാൻ നിയമം വേണമെന്നാണ്. ആ നിയമം വേണമെന്ന ആവശ്യത്തെ നിങ്ങൾ തൊട്ടിട്ടില്ല. ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടില്ല, നിയമ മന്ത്രാലയവുമായി ഡിസ്കഷൻ ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഈ സിനിമാ നയം വന്നിട്ട് സിനിമാ നിയമം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഒരു കണ്ണിൽ പൊഴിയിടലാണ്. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അതാണ് വാസ്തവം. അല്ലല്ല, അത് വ്യത്യാസമുണ്ട്. അല്ല, ഈ രംഗത്തുള്ള ക്രൈമിനെ നേരിടാനുള്ള നിയമനിർമ്മാണം അല്ല. ക്രൈമിനെ നേരിടാൻ ഇവിടെ CRPC, IPC, ഇപ്പൊ പുതിയ ക്രിമിനൽ നിയമങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമമാണ്, 18 വയസ്സിൽ താഴെയുള്ളവരുടെ അതിക്രമമാണ്. അതിനുള്ള ദേശീയ നിയമമുണ്ട്, നാഷണൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമുണ്ട്. ആ നിയമപ്രകാരമാണ് ക്രിമിനൽ ഓഫൻസ് പോകൂ. ഞാൻ പറഞ്ഞതല്ല, നോക്കൂ, ആ ക്രൈമിന് ഞാൻ പറയാൻ കാര്യം നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരാളെ പീഡിപ്പിക്കുന്നു, ഒരാളെ അതിക്രമം എന്നതിനെ കുറിച്ചല്ല. ഈ ക്രൈം എന്താണ്? ഈ ഗുരുതരമായ വിവേചനമാണ്. എന്തുകൊണ്ടാണ് ക്രൈം ഉണ്ടാവുന്നത്? സ്ത്രീകൾക്ക് സുരക്ഷിതമായ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ്, മാന്യമായ പ്രിവിലേജ് ഇല്ലാത്തതുകൊണ്ടാണ്, ആണുങ്ങളെ പോലെ. അവിടെയാണ് ക്രൈം ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്.
അപ്പം അത് നിയമപരമാക്കണം. സുരക്ഷിതമായ തൊഴിലിടം നിയമപരമാക്കണം, സുരക്ഷിതമായ വേതനം നിയമപരമാക്കണം, മാനാഭിമാനത്തോടെ മറ്റുള്ളവരെ പോലെ അന്തസ്സോടെ നിൽക്കാനുള്ള സ്പേസ് നിയമപരമാക്കണം. അതിൽ തൊട്ടാൽ ഈ ചീപ്പ് റേറ്റിന് ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന, അരക്ഷിതമായ സ്ഥലങ്ങളിൽ ആളുകളെ കൂട്ടമായി കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്ന മുതലാളിയുടെ ലാഭത്തെയാണത് ഡിസ്റ്റർബ് ചെയ്യുക. അങ്ങനെ ഒരു മുതലാളിയുടെ ലാഭത്തെ തൊട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു നിയമനിർമ്മാണത്തിലേക്ക് പോവേണ്ടതില്ല എന്നാണ് 4.5 വർഷം കഴിയുമ്പോഴും സർക്കാരിൻ്റെ നിലപാട്. അവിടെ ആ പ്രശ്നം കിടക്കുന്നത്. നയം നിങ്ങൾ ഉണ്ടാക്കിക്കോ, അതിന് 2 വർഷം കൂടി വൈകിയാലും പ്രശ്നമൊന്നുമില്ല. അതിവിടുത്തെ ആളുകളുടെ ജീവനെ ബാധിക്കുന്ന കാര്യമല്ല. ഇത് ആത്മഹത്യയുടെ വക്കീലുള്ളവർ, ഗുരുതരമായ മെന്റൽ ട്രോമ അനുഭവിക്കുന്നവർ, ഇപ്പോഴും ഡസൻ കണക്കിന് ആളുകൾ, അവരുടെ മൗലികമായ പ്രശ്നത്തെ സജി ചെറിയാനും വകുപ്പും തൊട്ടിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇല്ല, നിയമനിർമ്മാണം ഉണ്ടാവും, ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും, ക്രൈം ആണെങ്കിൽ അതിന്റെ അന്വേഷണം ഉണ്ടാകും. ഏറ്റവും തുല്യതയോടെ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ, ജെൻഡർ ഇക്വാളിറ്റിയോടെ എല്ലാവർക്കും അന്തസ്സോടെ പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുക എന്നത് തന്നെയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഗവൺമെന്റ് മുന്നോട്ട് പോകും. അതൊരു പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യമായിട്ടുള്ള നിയമനിർമ്മാണമാകുമ്പോൾ വിവിധ മേഖലകളിൽ നിന്ന് എക്സ്പെർട്ടുകളുടെ അഭിപ്രായം അടക്കം എടുക്കേണ്ടി വരും. ഇത് വേറെ കാര്യമാണ് അരുണ, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കില്ല അരുണ. ഇത് കുറെ സിനിമക്കാരെ വിളിച്ചിരുത്തി സിനിമാ നയം എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ വേറെ കമ്മിറ്റിയാണ്. ഇതും ഹേമ കമ്മിറ്റിയുടെ ശുപാർശയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഹേമ കമ്മിറ്റി പറയുന്നത് സ്ത്രീകൾ അവിടെ കിടന്ന് വിലപിക്കുകയാണ്, വല്ല പരിഹാരം ഉണ്ടാക്കാനാണ്. അതിൽ നിങ്ങൾ തൊട്ടിട്ടില്ല. പിന്നെ സർക്കാരിന്റെ ലക്ഷ്യം, സർക്കാർ അതിലേക്കുള്ള യാത്രയിലാണ്. 4.5 വർഷം കൊണ്ട് വേറെ എന്താ ഈ സിനിമ വകുപ്പിലൊക്കെയുള്ള പണി? വലിയ ഭണ്ഡാര വകുപ്പൊന്നുമല്ല ഈ സിനിമാ വകുപ്പ്, സാംസ്കാരിക വകുപ്പ്. അവിടെ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യാൻ 4.5 വർഷം വേറെ ഇത് മാറ്റി വെച്ചിട്ട് വേറെ എന്ത് പണിയാ സജി ചെറിയാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദ്യം ഉണ്ടല്ലോ. സജി ചെറിയാനും AK ബാലനും ഒക്കെ. ഒറ്റ മിനിറ്റ്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 76 വർഷമായി. ഈ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഈ ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റി വെച്ചത് അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഈ കൊച്ചു കേരളത്തിലാണ്, ആരുടെയും ശുപാർശ കൊണ്ട് ചെയ്തതല്ല. ഇവിടെ പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് ഉയർന്നു വന്നപ്പോൾ ആ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ദീർഘകാല ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് LDF ഗവൺമെന്റ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ വെച്ചത്. അത് കിട്ടി. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഞങ്ങൾക്ക്. അരുൺ, അത്രയും നീചമായ ഒരു പ്രവൃത്തി മലയാള സിനിമയിൽ ഉണ്ടായതുകൊണ്ടാണ് വെച്ചത്. അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ ഒരു കമ്മിറ്റി വെക്കില്ല. അത്രയും നീചമായ ഒരു പ്രവൃത്തി, അതിന് എത്ര ഗംഭീരമായ ഏറ്റവും വലിയ വമ്പനെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്ന ആളെ കയ്യോടെ പിടിച്ച് നിങ്ങൾ നിങ്ങൾ വമ്പൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെ പിടിച്ച കയ്യാമം വെച്ച് ജയിലിലിട്ട ചരിത്രം, മാസങ്ങൾ ജയിലിൽ ഇട്ട ചരിത്രമാണ് ഇവിടുത്തെ ഗവൺമെന്റിനുള്ളത്. ആര് ചെയ്യുമായിരുന്നു? അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ അദ്ദേഹത്തിനൊപ്പം വേദി പങ്കിട്ട എത്രയോ UDF MP-മാരെ MLA-മാരെ നമുക്ക് കാണാൻ കഴിയും. ഈ എറണാകുളം ജില്ലയിൽ ആലുവയിലേക്ക് ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അവരെ കയ്യാമം വെച്ച് അകത്തിട്ടു. ആ കേസ് അന്തസ്സായി നടത്തിക്കൊണ്ടിരിക്കുന്നു. എത്ര സുപ്രീം കോടതി വക്കീലന്മാർ വന്നു, എത്ര വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു, എത്ര തവണ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. ആ കേസ് ഏറ്റവും കൃത്യമായിട്ട് ഇപ്പോൾ നടക്കുന്നില്ല എറണാകുളം സെഷൻസ് കോടതിയിൽ. അത് ഗവൺമെന്റിന് ഇത്തരത്തിൽ ആരെയും സംരക്ഷിക്കേണ്ട. പ്രതിയാണോ, കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ, ഇവിടെ സമത്വത്തിനും ധാർമ്മികതയ്ക്കും എതിരെ പ്രവർത്തിച്ചിട്ടുണ്ടോ, അന്തസ്സായി ഗവൺമെന്റ് മുന്നോട്ട് പോകും. അതിൽ സംശയമൊന്നുമില്ല. ശ്രീമതി മാല പാർവതി, ഈ കാര്യത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് ചില പുതിയ അറിവുകൾ കിട്ടുന്നുണ്ടോ? അതോ ഇവ എല്ലാവർക്കും അറിയാവുന്നത് ഇപ്പോൾ പുറത്തു വന്നു എന്ന നിലക്കാണോ നിങ്ങൾ ഇതിനെ കാണുന്നത്? അതിന്മേലൊരു ഗവൺമെന്റ് ഇടപെടൽ ഉണ്ടാവാത്തതിലുള്ള നിരാശയുണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നേക്കുന്നത്. ഞെട്ടലൊന്നുമില്ല. പക്ഷെ എന്തറിയോ, ഇങ്ങനെ ഒരു ചർച്ച ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് സിനിമാ മേഖലയെ മൊത്തം ഇത് ഫുള്ളായിട്ട് ബ്ലാങ്കറ്റ്, ഇത് മുഴുവൻ ആൾക്കാരും പ്രശ്നമാണെന്നുള്ള നിലയ്ക്കാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചർച്ച അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയല്ല. ഇപ്പൊ അങ്ങനെയല്ലാതെ സേഫ് ആയിട്ടുള്ള സെറ്റ് ഒരുപാടെണ്ണം ഉണ്ട്. ഇപ്പൊ നമുക്കൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സെറ്റ് കുഴപ്പമാണ്, അങ്ങോട്ട് പോകണ്ട, ഇവിടുന്ന് ഇങ്ങോട്ട് പോകണ്ട, ഇത് ഓക്കെയാണ്. അങ്ങനെ നമ്മൾ സ്ത്രീകളുടെ ഇടയിൽ തന്നെ ഇങ്ങനെ ചർച്ച ചെയ്ത് നമുക്ക് എല്ലാവർക്കും പരസ്പരം അറിയുകയൊക്കെ ചെയ്യാം. അപ്പൊ നമ്മള് കുറച്ച് കെയർഫുൾ ആയിരിക്കും ചിലയിടത്ത് പോകുമ്പോൾ. അങ്ങനെ നമുക്ക് ശീലം കൊണ്ടൊക്കെ നമുക്കറിയാം. പക്ഷെ ഈ പറയുന്ന ഇങ്ങനെ അല്ലല്ലോ. നമുക്ക് ഫുൾ എൻവയോൺമെന്റും സേഫ് ആയിട്ട് അരക്ഷിതത്വം ഇല്ലാതെ നമുക്ക് സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റണം. നമ്മൾ താമസിക്കുന്ന സ്പേസസ് സേഫ് ആയിരിക്കണം. നമ്മളിപ്പോ റൂം വേഷം മാറാനും അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ടാവണം. അത് നമുക്ക് മാത്രമല്ല, വരുന്ന എല്ലാ സ്ത്രീകൾക്കും.
മെയിൻ ആക്ടേഴ്സിന് മാത്രമല്ല, അവിടെ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളായാലും സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ആയിട്ട് വരുന്നവരായാലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയാലും അവർക്കെല്ലാം ഇങ്ങനെ തോണ്ടലും മാന്തലും പിച്ചലും ഒന്നും ഇല്ലാതെ സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണം. അപ്പൊ ഇത് കമ്മീഷൻ മാറി കമ്മിറ്റി ആയപ്പോൾ തന്നെ ഇതിന്റെ മൊത്തം മുനയൊടിഞ്ഞു. കാരണം അതിന് ജുഡീഷ്യൽ കമ്മീഷന് മാത്രമേ എന്തെങ്കിലും ആക്ഷനിലോട്ട് പോകാനുള്ള സാധ്യതയെങ്കിലും ഉള്ളൂ. കമ്മിറ്റിക്ക് അങ്ങനെയില്ല, ഒരു പഠന റിപ്പോർട്ടാണ്. അപ്പൊ അത് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചാലൊക്കെ മതിയാവും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ സാങ്കേതികം എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് കമ്മീഷൻ മാറി കമ്മിറ്റി ആയപ്പോഴേ നമുക്കറിയായിരുന്നു നിഷാദെ ഇനിയൊന്നും നടക്കില്ല എന്നുള്ളത്. യെസ്, അതിനെ ആ നിലക്കുള്ള പരിമിതമായ പവറേ അതിനുള്ളൂന്നാണ്. അല്ല ഡോക്ടർ സോയ, സർക്കാരിന് മേൽ മതിയായ സമ്മർദ്ദം ഉണ്ടാവുക എന്നത് ഈ കാര്യത്തിൽ പ്രധാനമാണ്. ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഹൈ ഡ്രാമ നമ്മൾ കണ്ടാണ് വരുന്നതിന് മുമ്പുണ്ടായത്. സോ അത് ഉണ്ടാക്കാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? നിങ്ങളിങ്ങനെ കേവലമായ മാധ്യമ പ്രതികരണങ്ങളിൽ അവസാനിപ്പിക്കുകയാണോ സിനിമാ മേഖലയിലെ ഈ പ്രശ്നത്തെ? അല്ല, ഒരിക്കലുമല്ല. ഇന്ന് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ന് വളരെ കൃത്യമായി തന്നെ പരാതികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് കൃത്യമായി തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇത് വളരെ ലാഘവത്തോടുകൂടെ, സർക്കാർ കാണുന്ന അതേ ലാഘവത്തോടുകൂടെ ഈ വിഷയത്തെ കാണേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് കാണാനും പാടില്ല എന്നുള്ളതാണ് വാസ്തവം. നാം ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ജനസംഖ്യയിൽ പകുതി വരുന്ന ഒരു മനുഷ്യരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീപക്ഷത്തെ ഒരു സിനിമ പോലെയുള്ള ഒരു മേഖലയിൽ ഇത്രമേൽ അരക്ഷിതമായിട്ടുള്ള ഒരു തൊഴിലിടത്തിലേക്ക് നമ്മൾ പറഞ്ഞയക്കുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. ഒരു സ്ത്രീപക്ഷ സംഘടന എന്ന നിലയിലും അല്ലെങ്കിൽ മറ്റേതു തരത്തിലും നിലനിൽക്കുന്ന എല്ലാ സംഘടനകളെയും സംബന്ധിച്ച് വലിയ രീതിയിൽ മോശപ്പെട്ടൊരു പ്രവൃത്തിയായി തന്നെയാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്. സർക്കാർ വളരെ കൃത്യമായി ഈ നയം എന്നൊക്കെ പറയുന്നത് വെറുതെ അത് ഈ പറയുന്നത് പോലെ നയം എന്ന് ഈ പറഞ്ഞ കോൺക്ലേവ് വിളിച്ചുകൂട്ടി ഇതൊരു സംഘാടക സമിതിയൊന്നുമല്ല രൂപീകരിക്കേണ്ടത്. ഈ പറയുന്ന വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെ വിളിച്ചുകൂട്ടി നാളെ മുതൽ നന്നാകണമെന്ന് പറഞ്ഞു കളഞ്ഞ് അവരൊക്കെ നന്നായിക്കോളുമെന്ന് വിചാരിക്കാനുള്ള നിഷ്കളങ്കതയൊക്കെ ഈ സർക്കാരിനുണ്ടാവും അല്ലെങ്കിൽ ഈ പൊതുജനത്തിനുണ്ടാവുമെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ കോൺക്ലേവ് ഒക്കെ യഥാർത്ഥത്തിൽ നയം രൂപീകരിക്കാൻ നല്ലതാണ്. നിങ്ങൾ അങ്ങനെ വേണം, നിങ്ങൾ ഇങ്ങനെ വേണം, ഇതൊക്കെ ഇവിടെ നിലനിന്നല്ലോ. അരുൺകുമാർ തന്നെ പറയുകയുണ്ടായി, ഇവിടെ IPC നിലനിൽക്കുന്നുണ്ട്, CRPC നിലനിൽക്കുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. IPCയും CRPCയും ഈ രാജ്യത്തെ നിയമങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അതിനെപ്പറ്റി കൃത്യമായ ബോധ്യമുള്ള മനുഷ്യരാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ നിയമത്തിൻ്റെ പരിരക്ഷയെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അത് മാത്രം പോരാ, ഇതിന് വളരെ കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ടാകണം. നിയമ നടപടിയും ഉണ്ടാവുക, നിയമം ഉണ്ടാക്കുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി വൈകിയ വേളയിലെങ്കിലും ഈ സമൂഹത്തിന്റെ സമ്മർദ്ദം, ജനങ്ങളുടെ സമ്മർദ്ദം സർക്കാർ മുഖവിലക്കെടുത്തൊരു നടപടിയിലേക്ക് പോകുമെന്ന് വിചാരിക്കാം. സമയം കഴിഞ്ഞുകൊണ്ട് നടപടിയാണ്. താങ്ക് യു സോയ, ബൈജു, ഒപ്പം അഡ്വക്കേറ്റ് അരുൺ കുമാർ, മാല പാർവതി ചർച്ചയുടെ ഭാഗമായതിന്.